അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ലോകത്തെ ഏറ്റവും വലിയ നീതി പഠിപ്പിച്ച നേതാവ്, അവിടുന്ന് കടം വാങ്ങിയിട്ട് നിശ്ചയിച്ച അവധി എത്തുന്നതിന് മുമ്പ് യഹൂദി വന്നിട്ട് ചോദിക്കുകയാണ്, എനിക്കിപ്പോൾ എന്റെ സംഖ്യ തിരിച്ചു തരണം. അവധി എത്തിയിട്ടല്ല ചോദിക്കുന്നത്, അന്യായമായി ചോദിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇപ്പോൾ എന്റെ കയ്യിലില്ല. യഹൂദി പറയുന്നു, ഞാൻ പോകൂല, നിങ്ങൾ ഒരു സ്ഥലത്തും പോകാൻ അനുവദിക്കൂല. അപ്പോഴാ നേതാവിന്റെ സ്വഭാവം കണ്ടോ, ഇതൻ എന്നാൽ ഞാൻ നിങ്ങളെ കൂടെ അറസ്റ്റ് ചെയ്യപ്പെട്ടവനെ പോലെ ഇവിടെ ഇരുന്നോളാം. യഹൂദി പോയില്ല. വൈകുന്നേരമായി, സുബ്ഹാനല്ലാഹ്, അസർ, മഗ്രിബ്, ഇശാ ഒക്കെ നിസ്കരിച്ചു. യഹൂദി അവിടെ തന്നെ നിൽക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിൽക്കുന്നു, എവിടെയും പോകുന്നില്ല. നേരം വെളുത്തു, യഹൂദി പോകുന്നില്ല, അല്ലാഹുവിന്റെ റസൂലും പോകുന്നില്ല. സുബ്ഹി നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെയും കഴിഞ്ഞു, യഹൂദി പോകുന്നില്ല. അപ്പോഴല്ലേ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വന്തം ജീവനേക്കാൾ ഇഷ്ടപ്പെടുന്നവനല്ലേ മുസ്ലിമാകൂ, അങ്ങനെയുള്ളവനല്ലേ മുഅ്മിനാകൂ. സഹോദരന്മാരെ, നമ്മളൊരു പാർട്ടിക്കാരനാണെങ്കിൽ ആ പാർട്ടിയുടെ നേതാവിനെ വേറൊരു പാർട്ടിക്കാരൻ കുറ്റം പറഞ്ഞാൽ നമ്മൾ കൈവലിക്കുന്നില്ലേ? സുബ്ഹാനല്ലാഹ്, പാർട്ടിയുടെ നേതാക്കളോടുള്ള സ്നേഹമല്ലേ? സുബ്ഹാനല്ലാഹ്, ഒരു പാർട്ടിയുടെ നേതാവിനെ മറ്റൊരാൾ ഇകഴ്ത്തി പറഞ്ഞാൽ ആ പറഞ്ഞവരോട് പിന്നെ മിണ്ടാതിരിക്കുന്നവരില്ലേ? പിന്നെ കല്യാണത്തിന് വിളിച്ചാൽ പോലും പോകാത്തവരില്ലേ? സുബ്ഹാനല്ലാഹ്, അവനുമായി തെറ്റി നടക്കുന്നവരില്ലേ? എന്നാൽ സ്വന്തം ജീവനേക്കാൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രിയം വെക്കുന്ന ഒരു മുഅ്മിനായ മനുഷ്യര്, ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സാധാരണ മനുഷ്യരെന്ന് പറഞ്ഞ് കുറവാക്കുന്നവനെ, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്ഥാനം പിടിച്ചു താഴ്ത്തുന്നവനെ സ്നേഹിക്കാൻ വല്ല വകുപ്പും കിട്ടുമോ? അവനുമായി ബന്ധപ്പെടാൻ വല്ല ചാൻസും ലഭിക്കുമോ? ഈമാൻ ഖൽബിലുണ്ടെങ്കിൽ അവിടുത്തെ സ്ഥാനം പിടിച്ചു താഴ്ത്തുന്ന മനുഷ്യരുമായി ബന്ധമില്ല കേട്ടോ. ഇരിക്കട്ടെ, ജീവനേക്കാൾ സ്നേഹിക്കുന്ന സഹാബ, ആ സഹാബികളുടെ സ്നേഹം എത്രയാ! സുബ്ഹാനല്ലാഹ്, അവിടുന്ന് ഒന്നുകൊടുക്കുന്ന സമയത്ത് ഉറ്റി വീഴുന്ന വെള്ളം അത് ഭൂമിയിൽ വീഴുന്നതിന് മുമ്പ് സഹാബികൾ കൈ കാണിച്ച് കയ്യിലേക്ക് വാങ്ങുകയാണ്. അത് ഈ ശരീരമാസകളും തൊട്ട് പുരട്ടുകയാണ്. അങ്ങനെ ഒരാൾക്ക് തിരക്ക് കൊണ്ട് കിട്ടിയില്ലെങ്കിൽ കിട്ടിയവന്റെ കയ്യിൽ നിന്ന് തൊട്ട് നിർത്തുകയാണ്. അവിടുത്തോടുള്ള സ്നേഹപ്രകടനം, അവിടുത്തെ ശരീരം കഴുകിയ വെള്ളം, ആ വെള്ളം പോലും തൊട്ടു പുരട്ടുന്ന സഹാബത്ത്. അവിടുത്തെ ഉമിനീര് സാധാരണ ഉമിനീരല്ല, കസ്തൂരിയേക്കാൾ നല്ല സുഗന്ധമാണ്. ഏത് രോഗത്തിനും ഔഷധമാണ്. വല്ലാത്ത ഔഷധ വീര്യമുള്ള ഉമിനീര്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിന് ചെങ്കണ്ണ് രോഗം വന്നപ്പോൾ അത് തൊട്ടുപുരട്ടുമ്പോൾ ചെങ്കണ്ണ് രോഗം മാറുകയാണ്. ഖതാദ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണ് യുദ്ധത്തിൽ അങ്ങ് തെറിച്ചുപോയി. അമ്പ് വന്ന് കൊണ്ടിട്ട് ചൂഴ്ന്ന് തെറിച്ചുപോയി. കണ്ണ് വതാ മുഖത്തോടി ഒലിച്ചുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് ചെന്ന്, നബിയെ, എന്റെ ഒരു കണ്ണ് പോയി, ഈ കണ്ണൊന്ന് ശരിപ്പെടുത്തി കിട്ടണം നബിയേ. ഏത് രോഗവും സുഖപ്പെടുത്തുന്നവനല്ല, കൊടുക്കുന്നവനല്ല, തടയുന്നവനല്ല. ഈമാൻ കാര്യത്തിൽ ആറാമതായി പഠിച്ചു വെച്ചതാ, വിശ്വസിക്കുന്നതാ. വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല. ഏത് ഖൈറും ഏത് ശർറും അല്ലാഹുവിങ്കൽ നിന്നാണ്. ഇവിടെ അല്ലാഹയല്ലാതെ കൊടുക്കുന്നവരില്ല, അല്ലാഹയല്ലാതെ തടയുന്നവരില്ല. ഖുർആനിൽ അല്ലാഹ് പറഞ്ഞതാണ്, കുല്ലും മിൻ ഇൻദില്ലാഹ്, എല്ലാം അല്ലാഹുവിങ്കൽ നിന്നാണ്. ഖൈറും അല്ലാഹുവിങ്കൽ നിന്നാണ്, ശർറും അല്ലാഹുവിങ്കൽ നിന്നാണ്. സാധാരണ കാര്യവും അല്ലാഹുവിങ്കൽ നിന്നാണ്, അസാധാരണ കാര്യവും അല്ലാഹുവിങ്കൽ നിന്നാണ്. ഭൗതികവും അല്ലാഹുവിങ്കൽ നിന്നാണ്, അഭൗതികവും അല്ലാഹുവിങ്കൽ നിന്നാണ്. അല്ലാഹുവിൽ നിന്നല്ലാതെ ഒന്നും ആർക്കും ലഭിക്കുന്നില്ല. ഇത് വിശ്വസിക്കുന്നവരല്ലേ സഹാബത്ത്? അതെ, മാബിക്കും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്.
ഏത് നിയമത്തും അല്ലാഹുവിങ്കിൽ നിന്നാണ്. അത് വിശ്വസിക്കുന്നവരല്ലേ സഹാബത്ത്? അതെ, സുബ്ഹാനല്ലാഹ്. ആ സഹാബത്ത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് അതാ നിസ്കാരത്തിൽ ഓതുന്നവരാണ്. ഇയ്യാക നഅ്ബുദു, അല്ലാഹുവേ നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്ത് എടുക്കുന്നു, ആരാധന നടത്തുന്നു. വ ഇയ്യാക നസ്തഈൻ, നിനക്ക് മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു എന്ന് പറയുമ്പോ ആരാധിക്കാനുള്ള കഴിവ് ഞങ്ങൾക്കുണ്ടോ? ഇല്ല. ആരാധിക്കാൻ കഴിവ് ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കൊന്നിനും കഴിവില്ല. അതുകൊണ്ടല്ലേ നിന്റെ വീട്ടിൽ വെച്ച് നിസ്കാരത്തിലേക്ക് വരൂ എന്ന് വിളിച്ചു പറയുമ്പോ ഞങ്ങൾ പറയുന്നത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നിസ്കാരത്തിലേക്ക് വരാനും നിസ്കരിക്കാനും ഏത് സൽക്കർമ്മം ചെയ്യാനും ഏത് ദുഷ്കർമ്മത്തിൽ മാറി നിൽക്കാനും ഇല്ലാ ബില്ലാഹ്. അല്ലാഹ് കഴിവ് തരുന്നത് കൊണ്ടല്ലാതെ സാധ്യമല്ല. ഞങ്ങൾക്ക് നിസ്കരിക്കാൻ വരാനും കഴിയൂല, ഞങ്ങൾക്ക് ദോഷത്തിന് മാറി നിൽക്കാനും കഴിയൂല, ഞങ്ങൾക്കൊന്നിനും കഴിയില്ല. അല്ലാഹ് കഴിവ് തന്നാലല്ലാതെ കഴിയില്ല. അത് പ്രഖ്യാപിക്കുന്ന മുസ്ലിമാണ്. ആ മുസ്ലിമിന്റെ പ്രഖ്യാപനമാണ് അല്ലാഹുവേ നിനക്ക് മാത്രം ഞങ്ങൾ ആരാധന നടത്തുന്നു. പക്ഷെ ആരാധിക്കാനുള്ള സഹായം, ആരാധിക്കാനുള്ള കഴിവ് ഞങ്ങൾക്കില്ല. ഒരു സംഗതിക്കും ഞങ്ങൾക്ക് കഴിവില്ല. എല്ലാ വിഷയത്തിലും നിന്നോട് തന്നെ ഞങ്ങൾ സഹായം തേടുന്നു. അല്ലാഹ് നിന്റെ സഹായമില്ലാതെ ഞങ്ങൾക്കൊരു ചെറുവിരൽ അനക്കാൻ പോലും സാധ്യമല്ല. എല്ലാ വിഷയത്തിലും നിന്നോട് തന്നെ ഞങ്ങൾ സഹായം തേടുന്നു. അല്ലാഹ് നിന്റെ സഹായമല്ലാതെ സഹായമില്ല. ഇത് ഉറച്ചു വിശ്വസിക്കുന്നവനാണ് മുസ്ലിം, അവനാണ് സുന്നത്ത് ജമാഅത്തുകാരൻ. ഇത് വിശ്വസിക്കാത്തവൻ മുസ്ലിമല്ല, മുഅ്മിനല്ല, സുന്നിയല്ല. സുന്നത്ത് ജമാഅത്തിന്റെ നേതാക്കളല്ലേ സഹാബത്ത്. ആ സഹാബത്ത് അത് ഉറച്ചു വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെ, അല്ലാഹ് മാത്രമേ സഹായിക്കൂ എന്ന് ഉറച്ചു വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെ അല്ലാഹുവിന്റെ സഹായം കിട്ടാൻ അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവരെ സമീപിക്കാറുണ്ട്. അല്ലാഹുവിന്റെ സഹായം കിട്ടാൻ അവന്റെ ഹബീബിനെ വിളിക്കുക, അവന്റെ ഹബീബിനോട് പറയുക, അവന്റെ അമ്പിയാക്കളോട് പറയുക, അവന്റെ ഔലിയാക്കളോട് പറയുക. അത് അല്ലാഹുവിന്റെ സഹായം കിട്ടാനുള്ള മാർഗമാണ്. കൊടുക്കുന്നവരല്ലയാണ്, തണിയുന്നവരല്ലയാണ്. കിട്ടാനുള്ള കാരണങ്ങൾ അല്ലാഹ് പലതും വെച്ചിട്ടുണ്ട്. എനിക്കിവിടെ ചൂടുവെള്ളം കിട്ടണം, അല്ലാഹ് മാത്രമേ തരൂന്ന് എനിക്ക് ഉറപ്പാണ്. പക്ഷെ ഇവിടുത്തെ സംഘാടകരോടാണ് ഞാൻ ഒഴിച്ചു തരാൻ പറഞ്ഞത്. എന്താണ് അതിന്റെ കാരണമാണ്, അല്ലാഹ് തരാനുള്ള കാരണമാണ് അവരോട് ചോദിക്കുക എന്നത്. അതുകൊണ്ട് കുടിക്കുന്ന സമയത്ത് എന്റെ വിശ്വാസം ഇത് അല്ലാഹു തന്നതാണെന്നാ. അതുകൊണ്ട് ഞാൻ കുടിക്കുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, റഹ്മാനും റഹീമായ അല്ലാഹുവിന്റെ പേരുകൊണ്ട് തുടങ്ങി ഞാൻ കുടിക്കുന്നു. ഇവിടെ സ്റ്റേജ് മേലുള്ള ആരെ പേരുകൊണ്ട് ഞാൻ തുടങ്ങില്ല. കുടിച്ചു കഴിഞ്ഞാൽ പറയുക അൽഹംദുലില്ലാഹ്, സർവസ്തുതി അല്ലാഹുവിനാണ്, ഇവർക്കല്ല. പിന്നെ ഇവരോട് ചോദിച്ചതോ, ഇവരോട് ചോദിച്ചത് അല്ലാഹുവിൽ നിന്ന് കിട്ടാനാണ്. അല്ലാഹുവിൽ നിന്ന് കിട്ടാൻ അവർ നിശ്ചയിച്ച കാരണങ്ങളുമായി ബന്ധപ്പെട്ടോ. ആ കാരണങ്ങളിൽ പെട്ടതാണ് അമ്പിയാക്കളോട് ചോദിക്കൽ, ഔലിയാക്കളോട് ചോദിക്കൽ. അവരോട് ചോദിക്കൽ കാരണമല്ലെന്നൊരാൾ പറഞ്ഞാലോ അത് മഹാന്മാരായി കഴിച്ചലാണ്, മഹാന്മാരെ സ്ഥാനം പിടിച്ചതായിത്തലാണ്. സുബ്ഹാനല്ലാഹ്, ഞാൻ ഇപ്പോഴതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. എന്റെ സഹോദരന്മാർ സഹോദരിമാര് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സഹാബത്ത് വെള്ളമില്ലാത്ത സമയത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് ദാഹത്തിന്റെ കാഠിന്യത്താൽ നബിയോട് വേവലാതിപ്പെട്ടു. ബുഖാരിയിൽ ഹദീസ് കാണാം. മുഅ്ജിസത്ത് മുഖേന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെള്ളം കൊടുത്തു. ആ മുഅ്ജിസത്ത് കൊടുക്കുന്നവൻ അല്ലാഹ് തന്നെ. അല്ലാഹുവിന്റെ കണ്ണിൽ ആ കണ്ണ് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്ന് കണ്ണൊന്ന് ശരിപ്പെടുത്തി കൊടുക്കാൻ ആവശ്യപ്പെടുകയാണ്. അവിടുത്തെ ഉബൈദിന്റെ വാക്യമാണ് ഞാൻ പറയുന്നത്. നിങ്ങളെ കണ്ണ് പോയില്ലേ, ക്ഷമിച്ചോളി, വലിയ പ്രതിഫലം കിട്ടും. ക്ഷമിച്ചോ, കണ്ണില്ലാതെ ജീവിക്കും, വലിയ പ്രതിഫലം കിട്ടും. അതാദറിയാഹുവിന്റെ മറുപടി, നബിയെ എനിക്ക് പ്രതിഫലം വേണം, ക്ഷമിക്കുകയും ചെയ്യാം. പക്ഷേ നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരനാണ് ഞാൻ. എനിക്ക് ഭാര്യയില്ലാതെ എന്റെ ജീവിതം അല്ലാഹ് പൊരുത്തപ്പെട്ട നിലക്ക് കൊണ്ടുപോകാൻ കഴിയില്ല.
എന്റെ ഭാര്യ എന്റെ കണ്ണിന് കാഴ്ചയില്ലാതെ ഒറ്റക്കണ്ണുമായി ചെന്നാൽ എന്നെ ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് എന്റെ ദീനിന്റെ സംരക്ഷണത്തിന് എന്റെ കണ്ണ് ആവശ്യമാണ്. അവിടുന്ന് കണ്ണ് ശരിപ്പെടുത്തി തരണം. അവിടുത്തെ ഉമിനീരെടുത്ത് ഖതാദ റളിയല്ലാഹുവിന്റെ കണ്ണിനങ്ങ് പുരട്ടി. കണ്ണിന്റെ കാഴ്ച വിട്ടിപ്പോയി. അപ്പുറത്തെ കണ്ണിന് ചെങ്കണ്ണ് രോഗം ബാധിച്ചാലും അവിടുത്തെ ഉമിനീരത് പുരട്ടിയ കണ്ണിന് പിന്നെ ചെങ്കണ്ണ് രോഗം ബാധിക്കാറില്ല. അത്ര ഔഷധ വീര്യമുള്ളതാണ് അവിടുത്തെ ഉമിനീര്. ആ ഉമിനീര് തൊട്ട് പുരട്ടുന്നവരാണ് സഹാബത്ത്. സഹീഹുൽ ബുഖാരിയിൽ കാണാം. ചിലർക്കൊരു സംശയം ഉണ്ടാവും, ഉമിനീര് തൊട്ട് പുരട്ടുക, വേറൊരാളെ ഉമിനീര് കുടിക്കുക, ഉമിനീര് ചേർത്ത ഭക്ഷണം കഴിക്കാതെ പറഞ്ഞത് മോശമായ പരിപാടിയിലൊക്കെ വയത് പറയാൻ പറ്റില്ല. സ്റ്റേജ് ഒരു മൈക്കും കെട്ടിട്ട് പറയാൻ പറ്റില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. ഇവിടെ ഒന്നും പിന്നെ അങ്ങനത്തെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. എന്നാ സഹോദരാ, ഞാൻ പറയട്ടെ, തേൻ കുടിക്കാറുണ്ടോ നീ? തേൻ നക്കാറുണ്ടോ നീ? ഉണ്ടെന്നാണ് മറുപടി. എങ്കിൽ ചോദിക്കട്ടെ, അതെന്താ സാധനം? അത് ഈച്ച തുപ്പിയതല്ലേ? ഈച്ച ഛർദിച്ചതല്ലേ? ഈച്ച ഛർദിച്ചത് നക്കുന്ന നീയാണോ? ലോകത്തെ മുഴുവനും സൃഷ്ടിക്കാൻ കാരണക്കാരനായ ലോകത്തിന്റെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും ഔഷധ വീര്യമുള്ള കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ള ഉമിനീര് അത് ഉപയോഗപ്പെടുത്തുന്ന സഹാബത്തിനെ ചീത്ത പറയുന്നത് നീ ഈച്ച തുപ്പിയത് നക്കുന്നവനല്ലടോ, നീയാണോ അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമിനീരിനെ തരംതാഴ്ത്താൻ പോകുന്നത്? ഇപ്പോൾ അത്രയേ പറയുന്നുള്ളൂ. ഇരിക്കട്ടെ സഹോദരന്മാരെ, ആ ലോകത്തിന്റെ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സ്നേഹിച്ചു ഉമിനീർ അതേ എടുത്തു പുരട്ടുകയും കുടിക്കുകയും ചെയ്യുന്ന സഹാബത്ത്. ആ സഹാബത്ത് കൊണ്ടത് എന്താണ്? ഒരു യഹൂദി വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനെ ഒരു സ്ഥലത്തും പോകാൻ അനുവദിക്കാതെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. സഹാബത്തിന് വികാരമില്ലാതിരിക്കുമോ? ഇന്നലെ വന്നതല്ലേ ഇയാള്, ഒരു സ്ഥലത്തും പോകാതെ അന്യായമായ നിലക്ക് പണം ചോദിച്ചിട്ട് ഇയാൾ അല്ലാഹുവിന്റെ റസൂലിനെ തടഞ്ഞു വെക്കുന്നു അല്ലേ? ഇവനെ അങ്ങനെ വിട്ടാ പറ്റുമോ? യഹൂദിയിലേക്ക് അതാ അരിശം തോന്നുകയാണ് സഹാബത്തിന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിൽ ഒന്നും ചെയ്തും കൂടെ ഇവനെ അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുമോ? അപ്പൊ സഹാബികൾ എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു നോക്കുമ്പോ കൈകൊണ്ട് കാണിച്ചേരടാ ഇവിടെ ഇറങ്ങട്ടെ, കാണിച്ചേരടാ ഇവിടെ ഇറങ്ങട്ടെ. അല്ലാഹുവിന്റെ റസൂൽ തരിഞ്ഞോ കന്നി കാണിച്ചേരടാ, ഇങ്ങനെ കൈകൊണ്ട് കാണിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശ്രദ്ധയിലത് പെട്ടു. അവിടുന്ന് സഹാബികളോട് ചോദിച്ചു, നിങ്ങൾ എന്താ ചെയ്യുന്നത്? നബിയേ, യഹൂദിയുൻ യഹ്ബിസുക യാ റസൂലല്ലാഹ്, ഒരു യഹൂദി ഞങ്ങളൊക്കെ ഇവിടെ ഉള്ളപ്പോ തങ്ങളെ തടഞ്ഞു വെക്കോ? അത് ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയോ നബിയെ? സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി, ഓ സഹാബികളെ, ഒരിക്കലും തന്നെ ദിമ്മിയായ ഇസ്ലാമിന്റെ ഭരണത്തിൻ കീഴിൽ അതാ ഇസ്ലാമിക ഭരണത്തിൻ കീഴിൽ പരസ്പരം സൗഹാർദ്ദത്തിനായി നീങ്ങിക്കൊണ്ടിരിക്കുന്ന ദിമ്മിയായ മുസ്ലിം സഹോദരൻ, അല്ലെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളൊന്നുമില്ലാതെ സൗഹാർദ്ദത്തിൽ വർദ്ധിക്കാൻ അനുയോജ്യമായ നിലക്ക് മുആഹദായി പരസ്പരം ഉടമ്പടിയിൽ കരാറിൽ പരസ്പരം സന്തോഷത്തിലും സൗഹാർദ്ദത്തിലുമായി നീങ്ങുന്ന മുസ്ലിം സഹോദരൻ, അത്തരത്തിലുള്ളൊരു യഹൂദി അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു നസ്രാനി, അങ്ങനെയുള്ള മുസ്ലിം സഹോദരൻ, ആ മുസ്ലിം സഹോദരന്മാരെ ആക്രമിക്കാൻ പാടില്ലെന്ന് എന്റെ റബ്ബ് എന്നോട് പറഞ്ഞിരിക്കുന്നു. നമ്മൾ തീവ്രവാദികളല്ല, ഭീകരവാദികളല്ല, വർഗീയവാദികളല്ല, നമ്മൾ കരാറ് പാലിച്ച് ജീവിക്കേണ്ടവരാണ്. സഹോദരന്മാരെ, ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന അംഗീകരിച്ചു തന്ന മുഴുവൻ വിഷയങ്ങളും അംഗീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ, ഇന്ത്യയുടെ സർവ്വ ആനുകൂല്യങ്ങളും സ്വീകരിച്ചുകൊണ്ട് തന്നെ ഇന്ത്യ രാജ്യത്ത് ഒരു മനുഷ്യൻ തീവ്രവാദിയും ഭീകരവാദിയുമായി വർഗീയവാദിയായി വളർന്നാൽ
വാസ്തവത്തിൽ അത് ദീനിനെതിരല്ലേ, ഇസ്ലാമിക ആശയത്തിനെതിരല്ലേ? കൂടുതൽ തെഹത്തീക്കോടെ കാര്യങ്ങൾ പഠിക്കാത്ത ചില ബിരുദധാരികളോ അല്ലാത്തവരോ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് കള്ളത്വരീക്കത്തിന്റെ പിന്നിലോ തീവ്രവാദത്തിന്റെ പിന്നിലോ അല്ലെങ്കിൽ പുത്തൻവാദത്തിന്റെ പിന്നിലോ മുസ്ലിം ചെറുപ്പക്കാരാ നീ നീങ്ങിപ്പോകണ്ട. വല്ലദീനഹും ലിഅമാനാതിഹിം വഅഹദിഹിം റാഊൻ. നമ്മളോട് അല്ലാഹു തആല പ്രത്യേകം ചോദിക്കുന്ന സംഗതിയാണ്. കരാറുകളെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടും, അതേ അമാനത്തിനെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും. നമ്മൾ മറ്റുള്ള സമുദായങ്ങളുമായി സൗഹാർദ്ദത്തിൽ ജീവിക്കണമെന്നത് ഈ രാജ്യത്തിന്റെ നേതാക്കൾ, മുസ്ലിം നേതാക്കളും മറ്റ് നേതാക്കളും ഒക്കെ തമ്മിലുള്ള കരാറാണ്. അതനുസരിച്ച് ഈ രാജ്യത്ത് നമ്മുടെ ആനുകൂല്യങ്ങൾ കോടതിയും വ്യവസ്ഥയും നമുക്ക് വകവെച്ച് തരുന്നതാണ്. അങ്ങനെ നമ്മൾ ആനുകൂല്യം എല്ലാവരും സ്വീകരിക്കുന്നതുമാണ്. അതുകൊണ്ട് തന്നെ വർഗീയവാദിയായോ നിയമം കയ്യിലെടുക്കുന്നവരായോ തീവ്രവാദിയായോ ഭീകരവാദിയായോ ഒരു മുസ്ലിമിന് പ്രവർത്തിക്കാൻ വകുപ്പില്ല. ഇപ്പോൾ ഞാനതിലേക്ക് വിശദമായി കടന്ന് സംസാരിക്കുന്നില്ല. എന്റെ മാന്യ മുസ്ലിം സഹോദരന്മാര് മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ യഹൂദി എന്തും ചെയ്യാൻ കഴിയും, സഹാബത്തിന് കഴിയും. പക്ഷേ അവിടുത്തെ സ്വഭാവമാണ് ഒന്നും ചെയ്യാൻ പാടില്ല, കണ്ണ് വീഴ്ക്കാൻ പാടില്ല, കൈ ചൂണ്ടാൻ പാടില്ല. അതേ ഇരുത്തമിരുന്നു. യഹൂദി പോകുന്നില്ല. സമയം പിന്നെയും നീണ്ടു. യഹൂദി ഇരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഇരിക്കുന്നു. കുറെ കഴിഞ്ഞപ്പോ ഈ യഹൂദി എഴുന്നേറ്റ് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുക്കൽ വന്നിട്ട് പറയുന്നു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. എന്റെ സ്വത്ത് വലിയ സ്വത്തുകാരനാണ് ഞാൻ, വലിയ ധനികനാണ് ഞാൻ. എന്റെ ധനത്തിന്റെ പകുതി ഭാഗം ഞാൻ തങ്ങൾക്ക് വിട്ടു തന്നു നബിയേ. തങ്ങളെ ഇഷ്ടം പോലെ ചെയ്തോ. അവിടുന്ന് കടവാങ്ങിയത് സ്വന്തം കാര്യത്തിനല്ലല്ലോ, ദീനിന്റെ ആവശ്യത്തിനല്ലേ. എന്റെ സ്വത്ത് പകുതി ഭാഗം ഞാൻ തങ്ങൾക്ക് വിട്ടു തന്നു. ഞാൻ ഇങ്ങനെ തങ്ങളെ കൊണ്ട് ചെയ്യാനുള്ള കാരണം എന്താണെന്നറിയോ? ഞാൻ തൗറാത്ത് പഠിച്ചവനാണ്. ആ തൗറാത്തിൽ ഞാൻ കണ്ടതാണ് അവസാനം വരുന്ന ഒരു നബിയുടെ ബഹുമാനം. ആ നബി വളരെ ലോലമായ സ്വഭാവമുള്ളവരാണ്. ആരോടും കടുത്ത സ്വഭാവം ഒരു നിലക്കും കാണിക്കാത്തവരാണ്. വല്ലാത്ത വിശാലമായ മനസ്സുള്ള ആളാണ്. ഇങ്ങനെ തുടങ്ങിയിട്ട് അവസാനം വരുന്ന നബിയുടെ ലക്ഷണങ്ങൾ തൗറാത്തിൽ ഞാൻ വായിച്ചതാണ്. എനിക്ക് അത് നിങ്ങൾ തന്നെയാണോ എന്നൊന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് അന്യായമായി വന്ന് ഞാൻ നിങ്ങളോട് പണം ചോദിച്ചതും നിങ്ങളെ തടഞ്ഞു വെച്ചതും ബോധ്യപ്പെട്ടുപോയി. ഇതുപോലൊരു സ്വഭാവം മറ്റൊരാളിലും കാണാൻ സാധ്യമല്ല. അവിടുന്ന് റസൂല് തന്നെ. ഓ നബിയേ, നേരത്തെ ഞാൻ പറഞ്ഞത് എന്റെ സ്വത്തിന്റെ പകുതി ഭാഗം വിട്ടുതന്നു എന്നാണ്. എന്നാൽ ഇപ്പോൾ ഞാൻ പറയുന്നു എന്റെ സ്വത്ത് മുഴുവനും തങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു. തങ്ങളെ ഇഷ്ടം പോലെ ചെയ്തോ നബിയെ. എനിക്ക് തങ്ങൾ തരുന്നെങ്കിൽ തന്നോ ഇല്ലേ വേണ്ട, ഞാൻ പൂർണ്ണമായി തങ്ങൾക്ക് എന്റെ സ്വത്ത് മുഴുവനും എന്നെ തന്നെയും തങ്ങൾക്ക് ഏൽപ്പിച്ചു നബിയേ. പ്രബോധനം സ്വഭാവത്തിന്റെ നന്മയിലൂടെ, ജീവിതത്തിന്റെ സംശുദ്ധിയിലൂടെ നമ്മുടെ മുൻഗാമികൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിൻഗാമികളായി നമുക്ക് കാണിച്ചു തന്നു. അത് ജീവിതത്തിൽ പകർത്തി ജീവിക്കലാണ് ഏറ്റവും വലിയ വിഷയം. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. എല്ലാവരും സിറാജുൽ ഹുദയുടെ ഓരോ കരണ്ട് വാങ്ങണം, മുമ്പ് വാങ്ങാത്തവർ ഇടക്ക് സൂചിപ്പിക്കുകയാണ്. അതൊരു പ്രചരണത്തിനാണ്. അൽഹംദുലില്ലാഹ് ഞാൻ ഇവിടെ വന്നപ്പോ ഒരുപാട് ആളുകൾ സിറാജുലേക്ക് നേർച്ച വന്നിട്ടുണ്ട്. അത് എവിടെ ചെന്നാലും കിട്ടും. ഇന്നലെ ജാമിയ സ്റ്റേജിയിൽ നിന്ന് എത്രയോ 10,000 നേരത്തെ പൈസ പലരും കൊണ്ട് തന്നിട്ടുണ്ട്. മിന്നാന്ന് മലപ്പുറം ജില്ലയിൽ പോയപ്പോ അവിടുന്ന് ധാരാളം കിട്ടിയിട്ടുണ്ട്. ഈ അടുത്ത ദിവസം വന്നപ്പോ അവിടുന്ന് കിട്ടിയിട്ടുണ്ട്. എവിടെ ചെന്നാലും ഇങ്ങനെ കിട്ടും. അല്ലാഹുവിന്റെ ഒരു നിയമത്താണ്. 2 ലക്ഷം റുപ്പിയോളം ഒരു മാസത്തിൽ ആ സ്ഥാപനത്തിന് നേർച്ച കിട്ടാറുണ്ടായിരുന്നു. നാദാവത്ത് വന്നൊരു മൗലവി അതിനെ പരിഹസിച്ചിട്ട് കുറച്ച് പ്രസംഗിച്ച്, എന്നിട്ട് ഞാൻ നേർച്ച പൈസ വാങ്ങി കീശയിലിടുന്ന അദ്ദേഹം CD പിടിച്ചിട്ട് ആൾക്കാർക്ക് കാണിച്ചു കൊടുത്തു. എന്നിട്ട്
അദ്ദേഹം സ്ഥാപനത്തെ പരിഹസിച്ചു. ഗൈനക്കോളജിക്കൽ കറാമത്ത് കേന്ദ്രം, അതുപോലെ മൂത്രക്കല്ല് തിരിക്കൽ കറാമത്ത് കേന്ദ്രം എന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ചു. അതൊക്കെ അൽഹംദുലില്ലാ മക്കളില്ലാത്തവർക്ക് പലർക്കും അവിടെ നിർത്തിയത് മക്കളുണ്ടായിട്ടുണ്ട്. വെള്ളപ്പാട്ട് രോഗമുള്ളവരെ സൂപ്പിട്ട് കേച്ച കത്ത് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പലതും നടന്നിട്ടുണ്ട്. അതിന്റെ എവിടെ ചെന്നാലും കിട്ടും. അയാളത് പറഞ്ഞതുകൊണ്ട് ഇപ്പൊ മുജാഹിദീങ്ങളും നേർച്ചയാക്കുന്നുണ്ട്. കാരണം എന്തോ ഒരു ഫലം ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ട്. അവർ നേർച്ചയാക്കുന്നത് ഇപ്പൊ 3 ലക്ഷം രൂപ കിട്ടുന്നുണ്ട് മാസത്തിൽ. അള്ളാഹു തന്നെ നിയമത്താണ്. അപ്പോ ഇവിടെയും വന്നപ്പോ പലരും നേർച്ച വന്നിട്ടുണ്ട്. അള്ളാഹു അതിന് ഫലം കൊടുക്കട്ടെ. എല്ലാവരും ഒരു കലണ്ടർ വാങ്ങണം എന്ന് ഉണർത്തുന്നു. ഞാൻ എന്റെ വിഷയത്തിലേക്ക് തന്നെ പോകുന്നത് അള്ളാഹുവിന്റെ ദീൻ അത് മുറുകെ പിടിച്ച് ജീവിക്കണം. അള്ളാഹുവിന്റെ നിഅമത്തിനെ കുറിച്ച്, അള്ളാഹു തന്ന അനുഗ്രഹത്തെ കുറിച്ച് ചിന്തയുള്ളവരാകണം. അള്ളാഹു കൽപ്പിച്ചത് ജീവിതത്തിൽ എടുക്കണം. അള്ള വിരോധിച്ചത് കൈയൊഴിക്കണം. അങ്ങനെ തഖ്വയോടെ ജീവിക്കാൻ നമ്മൾ തയ്യാറാകണം. അതാണ് വാസ്തവത്തിൽ നമുക്ക് എപ്പോഴും പറയാനുള്ളത്. ഇവിടെയും അത് തന്നെയാ പറയാനുള്ളത്. ആദ്യമായി എന്നോട് പറയാനുള്ളത്, രണ്ടാമതായി നിങ്ങളോടും പറയാനുള്ളത് തഖ്വയോടെ ജീവിക്കണമെന്നാണ്. എന്റെ സഹോദരിമാരെ, നിങ്ങൾ ശരീരം മറക്കാതെ ഒരു വാതിലും പോകാൻ പാടില്ല. നിങ്ങൾ ശരീരം പൂർണ്ണമായി മറക്കാതെ ഒരു വിവാഹത്തിനും ഒരു കല്യാണത്തിനും പോകാൻ പാടില്ല. ഉമ്മമാരെ, ഞാൻ ഒന്നുകൂടി നിങ്ങളോട് പറയട്ടെ. ഉമ്മമാരെ, എല്ലാ വീടുകളിലും സിനിമ കാണാനുള്ള സംവിധാനമുണ്ട്. ഇപ്പോഴല്ലേ എല്ലാ വീടുകളിലും സിനിമ കാണാനുള്ള സംവിധാനമുണ്ട്. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളത് നല്ലതിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക. നിങ്ങളെ വീട്ടിലെ ടെലിവിഷനാണോ, നിങ്ങളെ വീട്ടിലെ കമ്പ്യൂട്ടറാണോ, നിങ്ങളെ കയ്യിലുള്ള മൊബൈൽ ഫോണാണോ, എന്താണെങ്കിലും ചെറുപ്പക്കാരാ, നീ ഹൈറിന് വേണ്ടിയല്ലാതെ ഉപയോഗിക്കരുത് കേട്ടോ. കത്തി കൊണ്ടാണ് പച്ചക്കറി മുറിച്ചിടുന്നത്, കത്തി കൊണ്ടാണ് മത്സ്യം മുറിക്കുന്നത്, കത്തി കൊണ്ടാണ് മാംസം മുറിക്കുന്നത്, കത്തി കൊണ്ടാണ് പലതും നമ്മൾ ആവശ്യമുള്ളത് അരിഞ്ഞിടുന്നത്. പക്ഷെ ആ കത്തി കൊണ്ട് രക്തം ചിന്താൻ പാടില്ലല്ലോ. ഹറാമായതിന് ഉപയോഗിച്ചുകൂടല്ലോ. ഇതുപോലെ സഹോദരാ, നിനക്കൊരു റിപ്പോർട്ട് കേൾക്കണമെങ്കിൽ നീ ടെലിവിഷൻ തുറന്നാൽ കുറ്റമാണെന്ന് ഞാൻ പറയുന്നില്ല. നീ അതാ നിന്റെ കമ്പ്യൂട്ടറിലോ നിന്റെ ടിവിയിലോ നീ അതാ ഒരു പണ്ഡിതന്റെ CD കൊണ്ടുവന്ന് കേൾക്കുകയാണെങ്കിൽ അത് നിന്റെ ദീനിലേക്ക് നയിച്ചേക്കും. പക്ഷേ കേൾക്കുന്നത് ഹലാലായതായിരിക്കണം. യുക്തിവാദിയുടെ CD കേൾക്കേണ്ട ഹറാമാണ്. സുന്നിയല്ലാത്തവന്റെ പ്രസംഗം കേൾക്കേണ്ട ഹറാമാണ്. അത് പേരോടിന്റെ വകയിലല്ല. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഉമ്മമാരെ അവിടുത്തെ ഹിയയിൽ പറഞ്ഞില്ലേ, സുന്നിയല്ലാത്തവന്റെ CD കൊണ്ടുവന്ന് വിതരണം ചെയ്യുമ്പോ നിങ്ങൾ 5 പൈസയും തന്നൊന്ന് കേട്ടു നോക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട് ചിലരങ്ങ് പോകും. അപ്പോൾ അത് കേൾക്കല് ഹറാമാണ്. ഉമ്മമാരെ, അലിമീങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ല എന്ന് പിന്നെ പറയണ്ട. അതുകൊണ്ടാ പറയുന്നത്. ഇമാം ഗസാലി റഹിമഹുല്ലാഹ് പറയുകയാണ്, സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളെ പ്രസംഗം കേൾക്കലും അവന്റെ പുസ്തകം വായിക്കലുമൊക്കെ അവരെ എതിർക്കാൻ വേണ്ടി പണ്ഡിതന്മാർക്ക് ചിലപ്പോൾ ആവശ്യമായേക്കും. കുഷ്ഠരോഗമുള്ള രോഗിയുടെ സമീപത്തും അതെ അതുപോലെ തന്നെ എയ്ഡ്സ് രോഗമുള്ളവന്റെ സമീപത്തും ഏത് പകർച്ചവ്യാധിയുള്ളവന്റെ സമീപത്തും ഡോക്ടർമാര് ചിലപ്പോൾ ചികിത്സയ്ക്ക് വേണ്ടി പോകേണ്ടി വന്നേക്കും. അതേസമയത്ത് സാധാരണക്കാരനോടുള്ള നിർദ്ദേശം ഈ കുഷ്ഠരോഗിയുടെ കൂടെ ജീവിക്കണമെന്നല്ല, അതുപോലെ എയ്ഡ്സ് രോഗിയുടെ കൂടെ ജീവിക്കണമെന്നല്ല. നരിയെ കണ്ടാൽ ഓടും പോലെ കുഷ്ഠരോഗിയുടെ സമീപത്ത് വെച്ച് നീ ഓടണമെന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. കുഷ്ഠരോഗമുണ്ടായാൽ എന്ത് വരും? മരിക്കുന്നത് വരെ ബുദ്ധിമുട്ടും. മരിച്ചാലോ മരിച്ചാൽ കുഷ്ഠരോഗമുള്ളവൻ അള്ള പ്രതിഫലം കൊടുത്തേക്കും. ഏത് രോഗത്തിനും അള്ള പ്രതിഫലം കൊടുക്കുമല്ലോ. ഏത് രോഗത്തിനും അള്ള പ്രതിഫലം കൊടുക്കും. അതുകൊണ്ടല്ലേ രോഗിയുടെ ദുആക്ക് പ്രത്യേകം ഉത്തരമുണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. രോഗിയുടെ ദുആക്ക് ഉത്തരമുണ്ട്. കാരണം രോഗമെന്ന് പറയുന്നത് അള്ളാന്റെ അടുക്കൽ പവറാണ്, അള്ളാന്റെ അടുക്കൽ അതുകൊണ്ട് സ്ഥാനമാണ്. അനഇൻദൽ മുൻകസറത്തി ഖുലൂബുഹും, മനസ്സ് വേദനിക്കുന്നവന്റെ അടുക്കലാണ് ഞാനെന്ന് അള്ളാഹ് പറയുന്നത്. അഥവാ അള്ളാന്റെ റഹ്മത്ത് അവന് കൂടുതൽ ലഭിക്കും. നിങ്ങൾ കേട്ടിട്ടില്ലേ, മഹാനായ ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു അർസസിന്റെ രോഗമുണ്ടായിട്ട് ചികിത്സ നടത്തുന്നതിന് മുമ്പ് മലക്കുകൾ വന്ന് കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യാറുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ടവർ ചികിത്സ നടത്തിയിട്ട് രോഗമങ്ങ് ഭേദമായപ്പോ പിന്നെ മലക്കുകൾ വരുന്നത് നിന്നുപോയി. അതുകൊണ്ട് ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു പ്രഗൽഭനായ സഹാബിയാണ്. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഞാനെന്റെ ചികിത്സ നിർത്തി. രണ്ടാമതും എനിക്ക് രോഗം വന്നപ്പോൾ മലക്കുകൾ എന്റെ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട്
അതുകൊണ്ട് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ അവർ മനസ്സുകൊണ്ട് അല്ലാഹു തആലക്ക് അതാ അവൻ പ്രതിഫലം തരാൻ വേണ്ടി പ്രാർത്ഥിച്ചോളൂ, ക്ഷമിച്ചോളൂ. ആഖിറത്തിൽ അല്ലാഹു വെറുതെ ആക്കൂല. അതേസമയം നിങ്ങൾ ചിന്തിക്കണം, കുഷ്ഠരോഗം വരാതിരിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. കുഷ്ഠരോഗിയുടെ സമീപത്ത് വെച്ച് നിങ്ങൾ ഓടിക്കളയണം. എന്നാ കുഷ്ഠരോഗത്തിന്റെ ബുദ്ധിമുട്ട് മരിക്കുന്നത് വരെയാണ്. നേരെ മറിച്ച് ഒരാൾ സുന്നത്ത് ജമാഅത്ത് നിന്ന് പുറത്തു പോയാലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ മനുഷ്യനായി ജനിച്ചു, സാധാരണ മനുഷ്യനായി വളർന്നു, 40ാമത്തെ വയസ്സിൽ നുബുവത്ത് കിട്ടി, പിന്നീട് അവിടുന്ന് സാധാരണ മനുഷ്യനായി അങ്ങ് മരിച്ചു. പ്രബോധനത്തിൽ ജമാഅത്തുകാരൻ എഴുതി വെച്ചില്ലേ, 1981 ഡിസംബറിൽ എഴുതി വെച്ചില്ലേ, ആ മുഹമ്മദ് നബിയുടെ ശരീരം മണ്ണിന്റെ ഉള്ളിൽ ജീർണിച്ച് നശിച്ചു എന്ന്. പ്രബോധനം 987 ജനുവരിയിൽ ജമാഅത്തുകാരൻ എഴുതി വെച്ചില്ലേ. അമ്പിയാക്കളെ മറവ് ചെയ്യപ്പെടുന്ന മഖബറ. ഓ സഹോദരന്മാരെ, അമ്പിയാക്കളെന്നല്ല, ഏത് മുസ്ലിമിന്റെ ഖബറും റൗളത്തും മിൻ റിയാദിൽ ജന്ന, മുഅ്മിനീങ്ങളെ ഖബർ സ്വർഗ്ഗത്തോപ്പാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോ, അമ്പിയാക്കളെ ഔലിയാക്കളെ മറവ് ചെയ്യപ്പെടുന്ന സ്ഥലത്തെ സംബന്ധിച്ച് അതാ പ്രവാചകന്മാരുടെ ശവ കുടീരങ്ങളെന്നല്ലേ, അമ്പിയാക്കളുടെ ശവങ്ങളാണെന്നല്ലേ ജമാഅത്ത് ഇസ്ലാമിയുടെ ഖബർ പൂജ എന്ന പുസ്തകത്തിൽ പറഞ്ഞത്. എന്നിട്ടോ കെട്ടിടമുള്ള ഖബർ സിയാറത്ത് ചെയ്താ പുണ്യം കിട്ടൂല എന്നല്ലേ ഖബർ പൂജ എന്ന പുസ്തകത്തിൽ ജമാഅത്തുകാരൻ പറഞ്ഞത്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബർ ശരീഫ്, സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഖബർ, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിന്റെ ഖബർ മറവ് ചെയ്യപ്പെട്ട അന്ന് മുതൽ ഇന്ന് വരെ കെട്ടിടത്തിന്റെ ഉള്ളിലല്ലേ. ആ മഹാന്മാരെ ഖബർ സിയാറത്തിൽ നിന്ന് മുടക്കാൻ വേണ്ടി ജമാഅത്തുകാരൻ എഴുതി വെച്ച വാചകമല്ലേ ഖബർ പൂജ എന്ന പുസ്തകത്തിൽ. ചോദിക്കട്ടെ, ഇത്തരത്തിലുള്ള ധിക്കാരം എഴുതുന്നവരില്ലേ, അല്ലാഹുവിന്റെ റസൂലിന്റെ വിരോധികളില്ലേ, ഔലിയാക്കളെ വിരോധികളില്ലേ, അല്ലാഹുവിന് കയ്യും കാലുമുണ്ടെന്ന് പറഞ്ഞു നടക്കുന്നവരില്ലേ, അത്തരത്തിലുള്ള കക്ഷികളെ പ്രസംഗം കേട്ടിട്ട് ഓ ചെറുപ്പക്കാരാ, ഓ ഉമ്മമാരേ, നിങ്ങളെ വിശ്വാസം അങ്ങ് തെറ്റിപ്പോയാൽ അതുകൊണ്ട് വരുന്ന നഷ്ടം എത്രയാണ്. ഖബറിൽ കിടക്കുന്ന കാലം മുഴുവനും ബേജാറിലല്ലേ, ഫൈസലയിൽ ഏറ്റവും വലിയ ബേജാറിലല്ലേ, അവസാനം ഇല്ലാത്ത കാലം പലപ്പോഴും ശിക്ഷയിൽ തന്നെയല്ലേ. ആ ശിക്ഷയിലേക്ക് കാരണമാകുന്ന പ്രവർത്തനങ്ങളിൽ ഒഴുകരുതെന്ന് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറഞ്ഞെങ്കിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പഠിപ്പിച്ച ആശയമല്ലേ. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങളെ കേൾക്കാവൂ, സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾ പറയുന്നതേ ശ്രദ്ധിക്കാവൂ, അല്ലാത്ത ഭാഗങ്ങളിലേക്കൊന്നും പോയിരിക്കരുത്. പഴയ കാലത്ത് നമ്മളെ ആലിമീങ്ങളും മുതല്ലിമീങ്ങളും മുഅല്ലിമീകളും ഒന്നും പുത്തൻവാദി ബൈക്ക് പോകൂല. ഇപ്പോൾ ഞാൻ വേദനയോടെ പറയട്ടെ, തലയെ കെട്ടിയ മുതല്ലിമീങ്ങളും മുഅല്ലിമീങ്ങളും വരെ പുത്തൻവാദികളെ സ്ഥലത്ത് പോയി കുത്തനെ നിന്നിട്ട് ഞാനത്താക്കപ്പെട്ട സദസ്സുകളിൽ പങ്കെടുക്കുന്ന കാഴ്ച കാണുന്നുണ്ട്. അത് സാധാരണക്കാരുമാ സദസ്സിൽ പോകാൻ മുതല്ലിമേ നിന്റെ പ്രവർത്തനം കാരണമായിട്ട് ഒരൊറ്റ മനുഷ്യന്റെ ഈമാൻ നിന്റെ പ്രവർത്തനം കൊണ്ട് നഷ്ടപ്പെട്ടെങ്കിൽ അല്ലാഹുവിന്റെ അടുക്കൽ നീ മറുപടി പറയേണ്ടി വരും കേട്ടോ. അതുകൊണ്ട് വളരെ ഗൗരവത്തോടെ എല്ലാവരും ഇത് മനസ്സിലാക്കണം. ഞാനിപ്പോൾ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. അല്ലാഹു ജല്ല ജലാലുഹു നമുക്ക് തന്ന ആരോഗ്യം, അല്ലാഹു തആല നമുക്ക് തന്ന ആയുസ്, അല്ലാഹു തആല നമുക്ക് തന്ന സമ്പത്ത്, അല്ലാഹു നമുക്ക് തന്ന ഓരോന്നും ചോദ്യം ചെയ്യപ്പെടുമെന്ന ബോധം നമ്മുടെ കൽബിലെപ്പോഴും വേണം. അതില്ലാത്ത ഒരു ജീവിതം നമുക്കുണ്ടാകരുത്. അല്ലാഹു തആല സർവ്വ നിഅമത്തുകളും തന്നിട്ട് ഈ ഭൂമിയിൽ ജീവിക്കാൻ നമുക്ക് അനുവാദം നൽകിയെങ്കിൽ ഈ ജീവിക്കുന്ന സമയത്ത് സഹോദരന്മാരെ അല്ലാഹു കൽപ്പിച്ചത് ജീവിതത്തിൽ എടുക്കണം, അല്ലാഹു വിരോധിച്ചത് കൈയൊഴിക്കണം. അങ്ങനെയല്ലാത്തൊരു ജീവിതം നമുക്കുണ്ടാകരുത്. എന്റെ ഉമ്മമാരോട് ഞാൻ പ്രത്യേകം പറയുന്നു, എന്റെ ചെറുപ്പക്കാരോട് ഓർമ്മപ്പെടുത്തുന്നു, എന്റെ സഹോദരന്മാരോട് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. 5 വക്ത് കൃത്യമായി നിസ്കരിക്കണം. ഒരൊറ്റ നേരത്തെ നിസ്കാരം കളാക്കരുത്. ഒരു നേരത്തെ നിസ്കാരവും നമ്മുടെ ജീവിതത്തിൽ കളാക്കരുത്. സുബഹിന്റെ സമയത്ത് അത് അല്ലാഹുവിന്റെ വീട്ടിൽ നിന്ന് വിളി കേൾക്കുമ്പോ എഴുന്നേറ്റ് നിസ്കരിക്കാത്തൊരു ചുറ്റുപാട് നമുക്കുണ്ടാകരുത്. കൃത്യമായി നിസ്കരിക്കണം. തൊട്ടടുത്തുള്ള പള്ളികളിലേക്ക് ജമാഅത്തിന് വേണ്ടി പോകണം. ചെറുപ്പക്കാരെ, സുബഹി ജമാഅത്തായി നിസ്കരിച്ചാൽ വൈകുന്നേരം വരെ അല്ലാഹുവിന്റെ സംരക്ഷണത്തിലാണ്. രാത്രി മുഴുവനും എഴുന്നേറ്റ് സുന്നത്ത് നിസ്കരിച്ച പ്രതിഫലമാണ്. ഓ ഉമ്മമാരെ,
وقرن في بيوتكن ولا تبرجن تبرج الجاهلية الأولى وأقمنا الصلاة വീട്ടിലടങ്ങി ഒതുങ്ങി നിങ്ങൾ നിസ്കാരം നിർവഹിക്കണമെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് നിങ്ങളും വീട്ടിലടങ്ങി ഒതുങ്ങി നിസ്കാരം നിർവഹിക്കണം. ശരി, ഞാൻ നിങ്ങളോട് പറയട്ടെ, അല്ലാഹു ജല്ല ജലാലുഹു തന്ന കണ്ണ്, ആ കണ്ണ് കൊണ്ട് നമ്മുടെ ഹറാമിലേക്ക് നോക്കരുത്. അല്ലാഹു തന്ന കാത്, ആ കാത് കൊണ്ട് നമ്മുടെ ഹറാമ് കേൾക്കരുത്. അല്ലാഹു തന്ന കയ്യ്, ആ കൈ കൊണ്ട് ഹറാമ് പിടിക്കരുത്. രണ്ട് കണ്ണിന്റെ വ്യഭിചാരമാണ് നോട്ടം, കയ്യിന്റെ വ്യഭിചാരമാണ് പിടുത്തം, കാലിന്റെ വ്യഭിചാരമാണ് നടത്തം. ഹറാമിലേക്കുള്ള നോട്ടങ്ങളും നടത്തങ്ങളും പിടുത്തങ്ങളും ഒക്കെ വ്യഭിചാരമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ശൈഖാണെന്നും പറഞ്ഞിട്ട് പെണ്ണിന്റെ കൈ പിടിക്കുന്നവരില്ലേ, കൈ പിടിക്കാൻ വേണ്ടി പിടിപ്പിക്കുന്നവരില്ലേ, വ്യഭിചാരത്തിന് ചുട്ടുകൊടുക്കുന്നവർ, അല്ലാഹു ജല്ല ജലാലുഹു പിഴച്ചു പോയവർക്കൊക്കെ സത്യത്തിന്റെ വഴി കാണിക്കട്ടെ. സഹോദരന്മാരെ, ഇപ്പോൾ ഞാനതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. കക്കാടിന്റെ തുരീക്കത്തും മഴനലിയുടെ ബൈഅത്തും എന്ന സീഡിയിൽ നിങ്ങൾ കണ്ടില്ലേ, ഒരു ശൈഖ് പെണ്ണിനെ പിടിച്ച് ചുംബിക്കുന്നു, അന്യപെണ്ണിനെ പിടിച്ച് ഇങ്ങനെ ചുംബിക്കുന്നു. പിന്നെയോ ചില പെണ്ണുങ്ങൾ ആണുങ്ങളെയും പിടിച്ച് ചുംബിക്കുന്നു, അന്യപെണ്ണുങ്ങൾ, അന്യാണുങ്ങളെ. എന്തൊക്കെ ലോകമാണ് പഠിച്ചത്. തെരീക്കത്താണ് പോലും. എന്ത് തെരീക്കത്ത്? ശൈത്താന്റെ തെരീക്കത്തോ? എന്ത് തെരീക്കത്ത്? അന്യാണും പെണ്ണും തമ്മിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സിനാഹുമന്നവറു, നോക്കൽ തന്നെ വ്യഭിചാരമാണ്, നോക്കൽ തന്നെ വ്യഭിചാരമാണ്. ഞാനിപ്പോ ഒരു വീട്ടിൽ പോയി, അവിടുന്ന് പ്രായം ചെന്ന ഉമ്മ വേർക്കാൻ വേണ്ടി പറയുന്നത് ഞാൻ മുഴുവനും കേട്ടു, അങ്ങോട്ട് നോക്കിയില്ല. പ്രായം ഉണ്ടായാലും നോക്കാൻ പാടില്ല, അതാ നിയമം. ആ നിയമം പാലിക്കണം ജനങ്ങൾ. സഹോദരന്മാരെ, അല്ലാഹു വെറുതെയാണോ നിയമം വെച്ചത്? കൊല്ലിൽ മുഅ്മിനീന യഗ്ദൂ മിൻ അബ്സാരിഹിം വയഹ്ഫദൂ ഫുറൂജഹും ദാലിക അസ്കാ ലഹും ഇന്നല്ലാഹ ഖബീറും ബിമാ യസ്നഊൻ. അല്ലാഹു പറയുന്നു, അല്ലാഹു നിങ്ങൾ ചെയ്യുന്നതൊക്കെ അറിയുന്നവനാണ് കേട്ടോ. അല്ലാഹു നിങ്ങൾ ചെയ്യുന്നതൊക്കെ അറിയുന്നവനാണ്. ഇതെവിടെയാ അല്ലാഹു പറയുന്നത്? ഈമാനുള്ള ജനങ്ങൾ, ഈമാനുള്ള പുരുഷന്മാർ കണ്ണടച്ചോളണം. അന്യ സ്ത്രീകളിലേക്ക് നോക്കാൻ പാടില്ല. താടിയും മീശയും മുളക്കാത്ത ഭംഗിയുള്ള ആൺകുട്ടികളുടെ മുഖത്തേക്കും വികാരത്തോടെ നോക്കൽ ഹറാമ് തന്നെ. അതില്ലെങ്കിലും ഹറാമെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. സ്ത്രീകൾ അന്യ പുരുഷന്മാരിലേക്കും നോക്കരുത്. അതേ, കണ്ണടച്ചോളണം. നിങ്ങളെ കുഷ്ഠസ്ഥാനങ്ങളെ നിങ്ങൾ കാത്തു സൂക്ഷിച്ചോളണം. സുബ്ഹാനല്ലാഹ്, കേട്ടിട്ടില്ലേ നിങ്ങൾ? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ദിവസം ഇങ്ങനെ നടന്നു പോകുമ്പോൾ അതാ കാണുന്നൊരു മനുഷ്യൻ. പെട്ടെന്ന് ആ മനുഷ്യന് തീ പിടിക്കുന്നു, പാടി കത്തുന്നു. അത് കണ്ടപ്പോൾ ഈസാ നബി അലൈഹി സ്വലാം ഒരൽപ്പം വെള്ളം എടുത്തിട്ടങ്ങ് കുടഞ്ഞു. അപ്പോഴേക്ക് സുബ്ഹാനല്ലാഹ്, ആ മനുഷ്യനതാ തീയായി മാറുന്നു. അപ്പോൾ പിന്നെ അവിടെ കാണുന്ന ഒരു ചെറുപ്പക്കാരൻ കുട്ടിയെയാണ്, ഒരു കുട്ടിയാണ് പിന്നെ ഉള്ളത്. ആ കുട്ടിയെ ഈ മനുഷ്യൻ തീയായി മാറിയിട്ടതാ കരിക്കുന്നു. പെട്ടെന്ന് ബഹുമാനപ്പെട്ടവര് കാണുന്നു, പിന്നീട് ആ കുട്ടി തീയാകുന്നു, ഈ മനുഷ്യനെ കരിക്കുന്നു. മാറി നടക്കുകയാണ്. ബാഹുവേ, ഇതെന്താണ് ഈ കാഴ്ച? ഇതിന്റെ രഹസ്യമൊന്നും എനിക്ക് പറഞ്ഞു തരണമല്ലാ. ഇവരെ ഒന്ന് ഹയാത്താക്കി തരൂ. സുബ്ഹാനല്ലാഹ്, രണ്ടുപേരെയും അല്ലാഹു തആല പൂർവസ്ഥിതിയിലാക്കി. ഈസാ നബി അലൈഹി സ്വലാം ചോദിച്ചു, എന്താ നിങ്ങളെ കഥ? അവര് പറയുന്നു, ഈസാ നബിയേ, ഞാനൊരു ആരോഗ്യമുള്ള ചെറുപ്പക്കാരൻ, ഞാൻ ഈ താടിയും മീശയും മുളക്കാത്ത കുട്ടിയെ ഞാൻ എന്റെ മനസ്സുകൊണ്ട് പ്രേമിച്ചു പോയി. അങ്ങനെ ഞാൻ എന്റെ ഹറാമ് ചെയ്യാൻ വേണ്ടി, അതേ തെറ്റായ കാര്യം ചെയ്യാൻ വേണ്ടി ഞാൻ ഈ കുട്ടിയെ ഉപയോഗപ്പെടുത്തി. എന്റെ റബ്ബ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും തന്നിട്ടുള്ള ശിക്ഷയാണിത്. ഓ സഹോദരന്മാരെ, ഖുർആനിൽ അല്ലാഹു വെറുതെ പറഞ്ഞതല്ലല്ലോ. സ്വന്തം ഭാര്യമാരുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ലാതെ, അടിമക്കച്ചവടം നടക്കുന്ന കാലത്ത് അടിമ സ്ത്രീകളുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ലാതെ, വികാര സമരത്തിന് ഏത് വഴി തേടിയാലും അത് ധിക്കാരമാണ്. അല്ലാഹുവിന്റെ അതിരുവരമ്പുകൾ വിട്ടുകിടക്കലാണ്, കടുത്ത ഹറാമാണ്. ഖുർആൻ തന്നെ വ്യക്തമായി പഠിപ്പിക്കുന്ന വിഷയമല്ലേ?
ഇരിക്കട്ടെ സഹോദരന്മാരെ, കണ്ണുകൊണ്ട് ഹറാമിലേക്ക് നോക്കിയാൽ, ഗുഹ്യസ്ഥാനം കൊണ്ട് ഹറാമ് ചെയ്താൽ ഖൽബിന്റെ തസ്കിയത്ത് പോയില്ലേ? അതല്ലേ അല്ലാഹു പറയുന്നത്, അസ്കാലഹും, ഗുഹ്യസ്ഥാനം കാത്തു സൂക്ഷിക്കുക, അതുപോലെ തന്നെ കണ്ണുകൊണ്ട് ഹറാമ് ചെയ്യാതിരിക്കുക. അവിടെയാണ് മനസ്സിന്റെ ശുദ്ധീകരണം, അവിടെയാണ് ആത്മാവിന്റെ ശുദ്ധീകരണം, അവിടെയാണ് തസ്കിയത്തുള്ളത്, അവിടെയാണ് തർബിയത്തുള്ളത്, അവിടെയാണ് മനുഷ്യന്റെ പുരോഗതി ഉള്ളത്. അതില്ലെങ്കിലോ കണ്ണ് ഹറാമിലേക്ക് തിരിച്ചാൽ, അതേ ഗുഹ്യസ്ഥാനം ഹറാമിലേക്ക് തിരിച്ചാൽ, ഓ ഉമ്മമാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, മനുഷ്യന്റെ ഖൽബിന് തസ്കിയത്തില്ല കേട്ടോ, ആത്മാവിന് ശുദ്ധീകരണമില്ല കേട്ടോ. ആത്മാവിന്റെ ശുദ്ധീകരണമല്ലേ ഏറ്റവും വലിയ വിജയം. ആ വിജയം കൊണ്ടല്ലേ മനുഷ്യന് രക്ഷപ്പെടാൻ കഴിയൂ. അതേ ലായം ഫർമാലും വലാ ബനൂൻ ഇല്ലാ മൻ അല്ലാഹ ബിഖൽബിൻ സലീം. ക്ലിയറായ മനസ്സുമായി വരുന്നവർക്കല്ലാതെ നിന്റെ ധനം കൊണ്ടോ, നിന്റെ സന്താനം കൊണ്ടോ, നിന്റെ പവർ കൊണ്ടോ പടച്ചവന്റെ അടുക്കൽ ഉപകാരമില്ല. ക്ലിയറായ മനസ്സുമായി റബ്ബിനെ സമീപിക്കാൻ കഴിയണം. സഹോദരന്മാരെ, അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണം. എവിടെയും നമ്മൾ തഖ്വയുള്ളവരാകണം. കൃത്യമായി നിസ്കരിക്കണം. ഉമ്മമാരെ, വാതിന് വരികയാണെങ്കിലും, നിങ്ങൾ കല്യാണത്തിന് പോവുകയാണെങ്കിലും, എവിടെ നിങ്ങൾ ഡോക്ടറെ കാണാൻ പോവുകയാണെങ്കിലും, ശരീരം പൂർണ്ണമായി മറക്കാതെ നിങ്ങൾ പോകരുത്. അന്യപുരുഷന്മാരുടെ കൂടെ നിങ്ങൾ യാത്ര ചെയ്യരുത്. എപ്പോഴും അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണം. അല്ലാഹുവിന്റെ നിയമങ്ങൾ സ്വീകരിച്ച് ജീവിക്കണം. സാധുക്കളെ സഹായിക്കണം. പാവപ്പെട്ടവരുടെ കണ്ണീരപ്പാൻ നമ്മൾ മുന്നിലുണ്ടാകണം. ഏത് സാധുവായ മനുഷ്യൻ രോഗിയായാലും ചെന്ന് നോക്കണം. മുതലാളിമാര് രോഗത്തിൽ കിടക്കുമ്പോ എത്ര ആളാ സന്ദർശകര്. പാവപ്പെട്ടവൻ രോഗത്തിൽ കിടക്കുമ്പോ കയറി നോക്കാൻ ആളില്ല. വികാരമല്ലേ, അതേ നന്ദികേടല്ലേ. മുഅ്മിനായ മനുഷ്യൻ രോഗമായാൽ ചെന്ന് നോക്കുമ്പോ അതിന്റെ പണത്തിന്റെ പവർ നോക്കിയാണോ ചെന്ന് നോക്കേണ്ടത്? അല്ല അല്ല. സാധുക്കളെ സ്നേഹിക്കണം, സാധുക്കളുമായി അടുക്കണം. അങ്ങനെയല്ലേ അല്ലാഹുവിന്റെ റസൂലിന്റെ നിർദ്ദേശം. സാധുക്കൾ രോഗിയായാൽ ചെന്നു നോക്കണം. സാധുക്കൾ മരിച്ചാ മയ്യിത്ത് കട്ടിൽ ചുമലിലേറ്റാൻ നമ്മൾ മുന്നിലുണ്ടാകണം. ചെറുപ്പക്കാരാ, പണക്കാരും നേതാക്കന്മാരും മരിക്കുമ്പോ അതാ മയ്യിത്ത് കട്ടിലെടുക്കാൻ പലരുമുണ്ട്. പക്ഷേ നീ ഓർക്കണം, ഒരുപക്ഷെ ഈ സാധുവായ മനുഷ്യൻ ആഖിറത്തിൽ ശഫാഅത്തിന് പറ്റുന്ന മഹാനായിരിക്കാം. അതുകൊണ്ട് തന്നെ സാധുക്കളായ ആളുകളെ മയ്യിത്തേറ്റാൻ, മയ്യിത്തിന്റെ കൂടെ പോകാൻ മുസ്ലിമീങ്ങളെ നമ്മൾ തയ്യാറാകണം. പാവപ്പെട്ടവരെ കണ്ണീരപ്പാൻ ശ്രമിക്കണം. സമൂഹത്തിൽ ആരാണോ അവശത അനുഭവിക്കുന്നവരെ കുറിച്ച് നമുക്ക് ചിന്ത വേണം. എല്ലാ പ്രായമുള്ളവരെയും ബഹുമാനിക്കണം. പ്രായമുള്ളവരെ ബഹുമാനിക്കണം. പണ്ഡിതന്മാരെ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയരുത്. ഒരിക്കലും തന്നെ ഒരു സങ്കുചിത മനസ്ഥിതി സംഘടനയുടെ പേരിൽ നമ്മെ നിയന്ത്രിക്കരുത്. ആലിമീങ്ങളെ ബഹുമാനിക്കണം. അതുപോലെ സയ്യിദന്മാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ കുടുംബം അവരേത് പാർട്ടിക്കാരായാലും ഇല്ലെങ്കിലും അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തെ സ്നേഹിക്കണം. അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തെ ആദരിക്കണം. ഒരിക്കലും വാശിക്ക് വേണ്ടി തങ്ങന്മാരെ നിസാരപ്പെടുത്തരുത്. ഒരിക്കലും തന്നെ വാശിക്ക് വേണ്ടി ഉലമാഹിനെ ചീത്ത പറയരുത്. പ്രായമുള്ളവരെ ബഹുമാനിക്കണം. ബാപ്പയുടെയും ഉമ്മയുടെയും പൊരുത്തം സമ്പാദിക്കണം. അതാ ഭാര്യ വരുമ്പോഴേക്ക് ബാപ്പനെ കൈയൊഴിക്കരുത്. അതേ അമ്മോശനുമായുള്ള ബന്ധത്തിൽ ബാപ്പനെ മറന്നു പോകരുത്. ഭാര്യയുമായുള്ള ബന്ധത്തിൽ ഉമ്മനെ മറന്നു പോകരുത്. ഓ ഉമ്മമാരെ, നിങ്ങളെ മക്കളെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നാൽ ആ പാവപ്പെട്ട പെൺകുട്ടികളോട് നിങ്ങൾ കാരുണ്യം കാണിക്കണം. മകന്റെ ഭാര്യയ്ക്ക് എന്തുണ്ട് കുറ്റമെന്ന് ഭൂതക്കണ്ണ വെച്ച് കണ്ടുപിടിക്കുന്നതിന് ഉമ്മമാരുണ്ട്. ഇവിടെയൊന്നും അത്തരം ഉമ്മമാരില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഓ ഉമ്മമാരെ, ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്നൊരു പെൺകുട്ടി, അതാ 16, 17, 18, 19 വയസ്സുള്ളൊരു പെൺകുട്ടി ആ കുടുംബത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് വേറൊരു വീട്ടിൽ വരുമ്പോ ആ പെൺകുട്ടിയുടെ ഹൃദയത്തിന്റെ പിടിപ്പ് എത്രയാണ്, ആ പെൺകുട്ടിയുടെ ബേജാർ എത്രയാണ്, ആ പെൺകുട്ടിയുടെ വ്യസനം എത്രയാണ്. ആ പെൺകുട്ടി നമ്മളെ വീട്ടിൽ വരുമ്പോ നിങ്ങൾ കണ്ണു വിഴിച്ചുകൊണ്ടുള്ള നിങ്ങളെ സംസാരവും, അതുപോലെ തന്നെ വളരെ കടുത്ത സ്വഭാവത്തിലുള്ള നിങ്ങളുടെ ചോദ്യവും, അതേ കടുത്ത സ്വഭാവത്തിലുള്ള പെരുമാറ്റവും, എന്തെങ്കിലും
ഒന്ന് മറന്നുപോയാൽ അടച്ചാക്ഷേപിക്കുന്ന ശൈലിയും, സുബ്ഹാനല്ലാഹ്, എന്തെങ്കിലും ഒരു ചെറിയ ദോഷം കണ്ടു വന്നാൽ അതേ ഭർത്താവിനെ വിളിച്ചിട്ട് നിന്റെ ഭാര്യ അങ്ങനെ ചെയ്തു കളഞ്ഞു എന്ന് കംപ്ലൈന്റ് പറയലും, അത്തരം ദുഷിച്ച സ്വഭാവങ്ങളൊന്നും ഉമ്മമാരെ നമുക്കുണ്ടാകരുത്. ആ പാവപ്പെട്ട പെൺകുട്ടിയോട് കാരുണ്യം വേണം. അർറാഹിമൂന യർഹമുഹുർ റഹ്മാൻ യർഹമു മൻ ഫിൽ അർളി യർഹംകും മൻ ഫിസ് സമാ. എല്ലാവരോടും കാരുണ്യം വേണം. ഭൂമിയിലുള്ളവർക്ക് കാരുണ്യം ചെയ്യണം, എങ്കിൽ അല്ലാഹു നിങ്ങൾക്ക് കാരുണ്യം ചെയ്യും. ആകാശത്തിൽ ആധിപത്യമുള്ളവൻ നിങ്ങൾക്ക് കാരുണ്യം ചെയ്യും. അല്ലാഹുവിന്റെ കാരുണ്യം ലഭിക്കാൻ മക്കളുടെ ഭാര്യമാരോട് നല്ല നിലക്ക് പെരുമാറണം ഉമ്മമാർ. ഭാര്യ വീട്ടുകാരോട് കാരുണ്യം വേണം. പൊന്നിന് വില കൂടിയിരിക്കുക. പൊന്നിന് വില കൂടിത്തരുമ്മ പണ്ട് പറഞ്ഞ പോലെ തന്നെ കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതൊന്ന് തൂക്കി വെക്കുക. മുമ്പെങ്ങാനും കിട്ടിയ പൊന്നി ഇപ്പൊ ഒന്ന് തൂക്കി വെക്കുക. സുബ്ഹാനല്ലാഹ്. 20 പവന് കൊടുക്കാന്ന് മുമ്പ് പറഞ്ഞതാ. ഞാൻ പറഞ്ഞ കൂടി ഇപ്പൊ ഇവിടെ അത്ര ഉണ്ടാവില്ല തോന്നില്ലേ. 20 പവന് കൊടുക്കാന്ന് നേരത്തെ പറഞ്ഞതാ. അത് 20 ഉണ്ടോ നോക്കി വെക്കുക. നോക്കിയപ്പോ 19 പവനേ ഉള്ളൂ. പിന്നെ ഈ ഉമ്മ ദിക്റെല്ലാം തുടങ്ങി. പറഞ്ഞ പോലെ കൊടുത്തില്ല, പറഞ്ഞ പോലെ കൊടുത്തില്ല, പറഞ്ഞ പോലെ കൊടുത്തില്ല. വാങ്ങിയിട്ട് വന്നാ മതി, വാങ്ങിയിട്ട് വന്നാ മതി. അറിവ് വേണ്ട ഈ ഉമ്മാക്ക്. ലാ ഇലാഹ ഇല്ലല്ലാഹ് വത്തനം ചൊല്ലിക്കൂടെ മരിക്കുന്നതിന് മുമ്പ്? ഈ പൊന്നിനെ പൂജിച്ച് നടക്കുന്നു. സഹോദരന്മാരെ, അല്ലാഹുവിനെ മുൻനിർത്തി പറയുന്നു, കാരുണ്യം വേണം. സ്വന്തം മകൾക്ക് സ്വർണ്ണ വേണമെന്ന് ആഗ്രഹിക്കാത്ത ബാപ്പുണ്ടാവോ? സ്വന്തം മകളെ കഴുത്തിലും കാതിലും സ്വർണം വേണമെന്ന് ആഗ്രഹിക്കാത്ത ഉമ്മ ഉണ്ടാവോ? പക്ഷേ കഴിയാഞ്ഞിട്ടല്ലേ കൊടുക്കാത്തത്. അത് കഴിയാഞ്ഞിട്ടാണെന്ന് മനസ്സിലാക്കാനുള്ളൊരു ബുദ്ധി എന്തേ ഇവർക്കില്ലാതെ പോയത്? എന്തേ ഉമ്മ നിങ്ങൾക്ക് പറഞ്ഞൂടെ മോളെ, നിനക്ക് പൊന്നൽപ്പം കുറഞ്ഞുപോയി അല്ലേ? മോള് വിഷമിക്കണ്ട, ഞാൻ ദുആ ചെയ്യുന്നുണ്ട്, നീയും ദുആക്ക്. എന്റെ മകനൊന്ന് പോയി നന്നായി ഉഷാറായി വരട്ടെ, എന്റെ മകനൊന്ന് കച്ചവടം ചെയ്ത് നന്നാകട്ടെ, എന്റെ മകൾക്ക് ആവശ്യമുള്ള പൊന്ന് എന്റെ മകന് തന്നെ തരാനുള്ള തൗഫീഖ് ചെയ്യട്ടെ, മോള് ദുആ ചെയ്യൂ എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്ന ഭർത്താവിന്റെ ഉമ്മമാരാകണം ഉമ്മമാരെ. നേരെ മറിച്ച് കൊടുത്ത പോലെ പറഞ്ഞ പോലെ കിട്ടിയിട്ടില്ലാതെ ദിക്ർ ചൊല്ലുന്ന ദുഷിച്ച സ്വഭാവം നിങ്ങളെ മനസ്സിലും ശരീരത്തിലും നാവിലും ഉണ്ടാകരുതെന്ന് ഞാൻ എന്റെ ഉമ്മമാരോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഇത്താഴ്ന്ന ദുനിയാവിനെ പൂജിക്കണ്ട. ഓ ഉമ്മ ചോദിക്കട്ടെ, പലരും മരിച്ചില്ലേ നാട്ടിൽ? ഒരുപാട് ഉമ്മമാര് മരിച്ചില്ലേ? അവരെ കാതിലത് അവർ കൊണ്ടുപോയോ? കഴുത്തിലത് കൊണ്ടുപോയോ? മോതിരം കൊണ്ടുപോയോ? പാദസരം കൊണ്ടുപോയോ? അരഞ്ഞാണം കൊണ്ടുപോയോ? ഇല്ലല്ലോ. കൊണ്ടുപോയതെന്താണ്? ഒരു ചെറിയ തരിമണി പോലും സ്വർണം കൊണ്ടുപോയില്ല, വെള്ളി കൊണ്ടുപോയില്ല. അവര് കൊണ്ടുപോയതെന്താണ്? അവര് കൃത്യമായി നിസ്കരിച്ചെങ്കിൽ നിസ്കാരം കൊണ്ടുപോയി. സുന്നത്ത് നിസ്കരിച്ച ഉമ്മയാണെങ്കിൽ ആ സുന്നത്ത് നിസ്കാരവും കൊണ്ടുപോയി. രാത്രി സമയത്തതാ ഖുർആനോദി ഉമ്മയാണെങ്കിൽ ഖുർആനോത്തും കൊണ്ടുപോയി. സിനിമ കണ്ട ഉമ്മയാണെങ്കിൽ സിനിമയല്ലേ കണ്ടത്? സുബ്ഹാനല്ലാഹ്, ഉപകരിക്കുമോ? ഖുർആനോദി ഉമ്മക്ക് സമ്പാദ്യമായി പോയി. ഹദ്ദാദ് ചൊല്ലിയ ഉമ്മക്ക് സമ്പാദ്യമായി പോയി. ദിക്ർ ചൊല്ലിയ ഉമ്മക്ക് സമ്പാദ്യമായി പോയി. സുബ്ഹാനല്ലാഹ്. സൽക്കർമ്മം ചെയ്തവർ സൽക്കർമ്മവും കൊണ്ടുപോയി, ദുഷ്കർമ്മം ചെയ്തവർ അതും കൊണ്ടുപോയി. ഖബറിൽ അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഖബറിലതാ സൽക്കർമ്മം ചെയ്തവന്റെ സൽക്കർമ്മങ്ങളൊക്കെ ഒരു നല്ല രൂപമാക്കിയിട്ട് അല്ലാഹു എത്തിച്ചു കൊടുക്കുന്നു. ആ രൂപം കാണുമ്പോ തന്നെ എന്തൊരു സന്തോഷമാണ്, എന്തൊരു ഭംഗിയാണ്, എന്തൊരു പരിമളമാണ്. ചോദിക്കുന്നു, നിങ്ങൾ ആരാണ്? കാണുമ്പോ തന്നെ സന്തോഷമായി പോയി. ഞാൻ ഒറ്റക്ക് കിടക്കുമ്പോ എനിക്ക് നിങ്ങളെ കിട്ടിയല്ലോ. അപ്പോഴല്ലേ മറുപടി, നീ ചെയ്ത സൽക്കർമ്മങ്ങൾ നിന്റെ ഖബറിൽ നിന്നെ സമാധാനിപ്പിക്കാൻ അല്ലാഹു രൂപപ്പെടുത്തി അയച്ചതാണ്. അതേ സമയത്ത് ഉമ്മമാരെ, ചെറുപ്പക്കാരെ, ആയിരക്കണക്കിന് വെള്ളം തന്ന രാജാവ് കള്ള് കുടിക്കരുതെന്ന് പറഞ്ഞിട്ട് കള്ളിന്റെ പിന്നാലെ പോയവരില്ലേ? കഞ്ചാവ് വലിച്ചവരില്ലേ? ഹറാമ് തിന്നവരില്ലേ? കുടിച്ചവരില്ലേ? അനാവശ്യമായി സംസാരിച്ചവരില്ലേ? കള്ളം പറഞ്ഞവരില്ലേ? ചീത്ത പറഞ്ഞവരില്ലേ? ദൈവത്തിന്റെ ദൈവത്വം ഫിത്നയും ഫസാദ് പറഞ്ഞ് നാവ് കേട് വരുത്തിയവരില്ലേ?
ഹറാമുമായി ബന്ധപ്പെട്ടവരില്ലേ, ദുഷ്കർമ്മങ്ങൾ മുഴുവനും ഒരു കടുത്ത മോശമായ രൂപമാക്കി ഖബറിൽ കൊണ്ടുവന്നു. എന്തൊരു നാശമാണ്, എന്തൊരു ഗൗരവമുള്ള, എന്തൊരു മോശമായ രൂപമാണ്. എന്താണ് ഇത്? നിന്റെ ദുഷ്കർമ്മമാണ്, നിന്റെ ഖബറിൽ ഉപദ്രവിക്കാൻ വന്നതാണ്. ആ ഖബറിൽ ഭാര്യയുണ്ടോ ചെറുപ്പക്കാരാ? ഭർത്താവുണ്ടോ? ഉപ്പമാരെ കൂട്ടാളികളുണ്ടോ ചെറുപ്പക്കാരെ? പെരുന്നാളിന് നിന്നെ കണ്ണുപിടിക്കാൻ കൂട്ടിക്കൊണ്ടുപോയ സ്നേഹിതനുണ്ടോ? കല്യാണത്തിന്റെ തലേ ദിവസം ഹറാമിന് പ്ലാനിട്ട കൂട്ടുകാരനുണ്ടോ? ഒറ്റക്ക് കിടക്കുമ്പോൾ ഉപദ്രവിക്കാൻ ദുഷ്കർമ്മം വന്നു. ഈ ഗതികേട് വരാതിരിക്കാൻ അല്ലാഹു തന്ന ആയുസ്സും അല്ലാഹു തന്ന സമ്പത്തും അല്ലാഹു തന്ന യുവത്വവും അല്ലാഹു തന്ന അവസരവും ഖൈറിന്റെ വിഷയത്തിൽ ചെലവഴിച്ചു. ഷർറുകളിൽ മാറി നിന്നു. ഒരൽപ്പം ക്ഷമിച്ചെങ്കിൽ ജീവിച്ചു. ദുനിയാവിലും റബ്ബിന്റെ സഹായമുണ്ട്, ആഖിറത്തിലും റബ്ബിന്റെ സഹായമുണ്ട്. ഞാനൊരു ചെറിയ ചരിത്രം പറഞ്ഞ് എന്റെ പ്രസംഗം നിർത്തുന്നു. എന്റെ ചെറുപ്പക്കാരെ എഴുന്നേറ്റ് നിൽക്കണം. കൂടെയുള്ള മുഅ്മിനീങ്ങൾ കൗലിലേക്ക് വരണം. നമുക്ക് ദുആഇന് ചെയ്യണം. ഇന്നല്ലാഹ മഅല്ലദീന തഖവ വല്ലദീന ഹും മുഹ്സിനൂൻ. അല്ലാഹു പറയുന്നു, ഇന്നല്ലാഹ മഅല്ലദീന തഖവ. അല്ലാഹു ജല്ല ജലാലുഹു അല്ലാഹുവിനെ സൂക്ഷിച്ച് അല്ലാഹുവിന് ഭക്തിയോടെ അവൻ കൽപ്പിച്ചതെടുത്തു, അവൻ വിരോധിച്ചതൊഴിച്ചു. അല്ലാഹു ജല്ല ജലാലുഹു അവനെ സ്നേഹിച്ചു. അഹങ്കാരമില്ലാതെ, അസൂയയില്ലാതെ, ആരോടും പകപോക്കണമെന്ന ചിന്തയില്ലാതെ സംശുദ്ധമായ മനസ്സോയി ജീവിച്ചവരുടെ കൂടെയാണ് അല്ലാഹു. അല്ലാഹു അവരുടെ കൂടെയാണ്. അല്ല കൂടെയാണെന്ന് പറഞ്ഞാലോ അല്ലാഹുവിന്റെ സഹായമുണ്ടെന്നാണ്, അവന്റെ എല്ലാ സംരക്ഷണവും ഉണ്ടെന്നാണ്. അത് ദുനിയാവിലുമുണ്ട് സഹോദരാ, ആഖിറത്തിലുമുണ്ട് സഹോദരാ. അല്ലാഹുവിന്റെ സഹായം നിങ്ങൾ കണ്ടില്ലേ? അല്ലാഹു ജല്ല ജലാലുഹു അവന്റെ സഹായം ഏതെല്ലാം വിധത്തിലാണ് അവൻ നൽകിക്കൊണ്ടിരിക്കുന്നത്, എവിടെയെല്ലാമാണ് അവന്റേതായ സമ്മാനം നൽകിക്കൊണ്ടിരിക്കുന്നത്. സാലിഹീങ്ങളായ ആളുകൾക്ക് എന്തെല്ലാം പവറുകളാണ് അല്ലാഹു നൽകുന്നത്. അതേ സമയത്ത് ദോഷം ചെയ്തവരോ അവരുടെ കാര്യം അപകടം തന്നെ, വളരെ വിഷമം തന്നെ. കേട്ടിട്ടില്ലേ നിങ്ങൾ? ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. ആ മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു തന്റെ ഒരു ശിഷ്യന് മരണമാസന്നമായപ്പോ ഫുളൈൽ റളിയല്ലാഹു അൻഹു ആ ശിഷ്യന്റെ സമീപത്തേക്ക് അങ്ങ് ചെന്നു. ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു ചെന്നിട്ട് യാസീൻ അങ്ങ് തുടങ്ങി. മരണമാസന്നമായ വ്യക്തിയുടെ സമീപത്ത് യാസീൻ ഓതുമ്പോ ഈ ശിഷ്യൻ പറയുന്നു, ഓതണ്ട, യാസീനിന്റെ സമീപത്തോടണ്ട. സുബ്ഹാനല്ലാഹ്, ഖുർആൻ ഓതുന്ന സ്ഥലത്ത് റഹ്മത്ത് ഇറങ്ങുമെന്നല്ലേ, റഹ്മത്തിന്റെ മലക്കിറങ്ങുമെന്നല്ലേ ഖുർആൻ തന്നെ അത് പറഞ്ഞതല്ലേ? ഇദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഉ ലഹു വഅൻസിതു ലഅല്ലകും തുർഹമൂൻ. റഹ്മത്ത് കിട്ടാനുള്ള വഴിയാണ് ഖുർആൻ പാരായണം ചെയ്യലും അത് കേൾക്കലും. ഇപ്പോൾ മരിച്ച വീട്ടിൽ ഖുർആൻ ഓതരുതെന്ന് പറയുന്നവരുണ്ട്. സുബ്ഹാനല്ലാഹ്, ഭാഗ്യമില്ലാത്തവർ, ശൈത്താനിനെ കുടിയിരുത്താൻ ആഗ്രഹിക്കുന്നവർ, മലക്കുകളെ ആട്ടി ഓടിക്കണമെന്ന് ചിന്തിക്കുന്നവർ. ഇപ്പോൾ അതിലേക്ക് ഞാൻ കടന്നു സംസാരിക്കുന്നില്ല. ഖുർആനിൽ തന്നെ അല്ല പറഞ്ഞത് ഖുർആൻ ഓതുന്നത് ശ്രദ്ധിച്ച് കേൾക്കാനാണ്, അവിടെ റഹ്മത്തുണ്ടാകുമെന്നാണ്. ഇരിക്കട്ടെ, ഖുർആൻ ഓതുമ്പോ ഈ ചെറുപ്പക്കാരൻ വേണ്ടെന്ന് കാണിച്ചു. മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്
മരിക്കുന്നവന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കണമെന്ന് ഹദീസിലുണ്ട്. ബഹുമാനപ്പെട്ടവർ അതങ്ങ് ചൊല്ലിക്കൊടുത്തു. മനുഷ്യൻ അതാ ലോകവുമായി വിട പറയുമ്പോൾ മറന്നുപോകാൻ സാധ്യതയുള്ള സമയമാണ്. ഓർമ്മിപ്പിച്ചു കൊടുത്താൽ മുഅ്മിനീങ്ങൾക്ക് ഉപകരിക്കുന്നതാണ്. ഖബറിൽ കിടക്കുന്ന മയ്യിത്തിന് തൽഖീൻ ചൊല്ലിക്കൊടുക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. അതാണ് സക്കറിയൽ അൻസാരി റളിയല്ലാഹു അൻഹു അസ്നൽ മതാലിബിൽ തക്കിറു ഫഇന്ന ദിക്റാ തൻഫഉൽ മുഅ്മിനീൻ എന്ന ആയത്ത് തൽഖീൻ ചൊല്ലിക്കൊടുക്കുന്നതിന്റെ തെളിവാണെന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കാരണം മറന്നുപോകാൻ സാധ്യതയുള്ള സമയമാണ് ഖബർ. അവിടെ വെച്ചങ്ങ് ഓർമ്മിപ്പിച്ചു കൊടുക്കുമ്പോൾ അത് വലിയ ഫലമാണ്. ഇരിക്കട്ടെ, മരണമാസന്നമായ വ്യക്തിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കുന്നു. ആ ചെറുപ്പക്കാരനായ വിദ്യാർത്ഥി നന്നായി പഠിച്ച് വിവരമുള്ള വിദ്യാർത്ഥിയാണ്. പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നില്ലെന്ന് മാത്രമല്ല, അവന്റെ മറുപടി ലാ അഖൂലു ദാലിക, ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലൂല, വഇന്നീ ബരീഉൻ മിൻ ദാലിക, ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വിട്ടുകൊഴിഞ്ഞ് രാജിവെച്ചവനാണ്. മരിക്കാൻ നോക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നതിന് പകരം അതിൽ രാജിവെച്ചു എന്ന് പറഞ്ഞെന്ന് മരണപ്പെട്ടു പോയി. അവസാനം ആഖിബത്ത് മോശമായി പോയി. അല്ലാഹുവേ, ഞങ്ങളെ കാക്കണേ റഹ്മാനേ, ഞങ്ങളെ കാക്കണേ റഹ്മാനേ, ഞങ്ങളെ കാക്കണേ റഹ്മാനേ. ഈമാനിന്റെ വെളിച്ചം നീ ഞങ്ങളെ ഖൽബിൽ തന്നു. സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ച് നീങ്ങാൻ നീ ഭാഗ്യവും തന്നു. റബ്ബേ, ഞങ്ങൾ അതേ നിനക്ക് ഞങ്ങളെയും ഞങ്ങളെ സന്താന പരമ്പരകളെയും ഞങ്ങളെ ശിഷ്യ പരമ്പരകളെയും നീ നിലനിർത്തണേ റഹ്മാനേ. അല്ലാഹ്, മഹാനായ ഫുദൈൽ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ഇറങ്ങി നടന്നു, കരഞ്ഞുകൊണ്ട് നടന്നു. എന്റെ കൂടെ ഇത്രയും കാലം പഠിച്ച ഈ ചെറുപ്പക്കാരനായ പണ്ഡിതൻ അദ്ദേഹത്തിന് യാസീൻ ഓതുമ്പോ തടഞ്ഞു വെച്ചല്ലോ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഞാൻ രാജിവെച്ചു എന്ന് പറഞ്ഞ് മരിച്ചുവല്ലോ. വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തന്നെ വല്ലാത്ത മടി, എവിടെയും പോകുന്നില്ല. 40 ദിവസത്തോളം ഞാൻ വീട്ടിൽ തന്നെ കിടന്നു. സുബ്ഹാനല്ലാഹ്, ഞാൻ സ്വപ്നത്തിൽ കാണുകയാണ് എന്റെ ആ ശിഷ്യനെ കൈകാലുകൾ ബന്ധിച്ച് മലക്കുകളതാ പിടിച്ചു കൊണ്ടുപോകുന്നു നരകത്തിലേക്ക്. ഞാനത് കണ്ടപ്പോ ചോദിച്ചു, എന്താണ് മോനെ നിനക്ക് ഈ ഗതി വരാൻ കാരണമെന്താ? എന്നോട് പറഞ്ഞു, ഉസ്താദേ, 3 തെറ്റുകൾ ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്തുപോയി. ആ തെറ്റുകൾ എന്റെ ഗതി ഇങ്ങനെയാക്കി കളഞ്ഞു. ഒരു തെറ്റെന്താണ്? എനിക്ക് അസൂയ എന്റെ ജീവിതത്തിലെ കൂടപ്പിറപ്പാണ്. അള്ള ഒരാൾക്ക് എന്തെങ്കിലും ഒരു നിയമത്ത് ചെയ്യുമ്പോ എന്റെ മനസ്സിന് കണ്ണുകടിയാണ്, എനിക്കതിന് വല്ലാത്ത വിഷമമാണ്. അങ്ങനെ മറ്റൊരാൾക്ക് അള്ളാഹു ചെയ്യുന്ന നിയമത്തിൽ അസൂയ ഉണ്ടാവുക എന്ന ഒരു രോഗം എനിക്ക് പിടിപെട്ടു. ആ അസൂയ എന്നെ അപകടത്തിലാക്കി കളഞ്ഞു. മറ്റൊന്ന്, എനിക്കൊരു ഏർപ്പാടുണ്ടത്. എന്താണ്? ഒരാളെ പരസ്പരം തെറ്റിക്കാൻ വേണ്ടി ഏഷണി പറയുക. അങ്ങനെ ഉസ്താദ് പറയാത്ത ചില സംഗതികൾ ഉസ്താദ് പറഞ്ഞു, ഞാൻ ശിഷ്യന്മാരോട് പറഞ്ഞു, ഉസ്താദിനെയും ശിഷ്യന്മാരെയും തെറ്റിക്കോ. ശിഷ്യന്മാരിൽ ചിലർ പറയാത്തത് പറഞ്ഞു ഉസ്താദിനോട് പറഞ്ഞിട്ട് ഉസ്താദിനെയും ശിഷ്യന്മാരെയും അകറ്റും. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഏഷണിക്കാരില്ലേ, അത്തരത്തിലുള്ള ഏഷണി പറയുന്ന ഏർപ്പാടുണ്ടായിരുന്നു എനിക്ക്. അതും എന്റെ ആത്മീയത്തിന് ചീത്തയാകാൻ കാരണമായി പോയി. 3ാമത്, ഉസ്താദേ, എനിക്കൊരു രോഗം വന്നു. ഞാൻ ആ രോഗത്തിന് പല ചികിത്സയും ചെയ്തു ശ്രമിച്ചില്ല. അവസാനം ഒരു വൈദ്യൻ പറഞ്ഞു, ദിവസേന ഓരോ കോപ്പ കള്ളു കുടിക്കണം. ഞാൻ ആ ചികിത്സക്ക് വേണ്ടി ദിവസേന ഓരോ കോപ്പ കള്ളു കുടിച്ചു. സഹോദരന്മാരെ, ഒന്ന് മനസ്സുകൊണ്ടുള്ള ദോഷം, ഒന്ന് മനസ്സിന്റെ ദോഷം, അതല്ലേ ഹസദ്, മനസ്സിന്റെ ദോഷം. മറ്റൊന്ന് ഏഷനീതാപ് കൊണ്ടുള്ള ദോഷം. മറ്റൊന്ന് കള്ളു കുടിച്ചു, ശരീരത്തിൽ വയറ്റിൽ ചെയ്ത വലിയ തെറ്റ്. ഈ 3 തെറ്റുകൾ കാരണത്താൽ ആഖിബത്തിന് തകരാറ് സംഭവിച്ചു.
തെറ്റുകളിൽ നിന്ന് മാറി നിന്ന് തഖ്വയോടെ ജീവിച്ച് മരിക്കണം. അപ്പോഴാണ് പ്രകാശം. ആ പ്രകാശം ഈമാനിന്റെ പ്രകാശമാണ്, ഇൽമിന്റെ പ്രകാശമാണ്, തഖ്വയുടെ പ്രകാശമാണ്. ഞാനിവിടെ വന്നപ്പോൾ പ്രായം ചെന്നൊരു മഹാൻ, ആ മഹാൻ അവരുടെ പിതാവിനെ സംബന്ധിച്ച് എന്നോട് പറഞ്ഞു, അതേ സുജൂദിൽ നിന്ന് മരിച്ചവരാണെന്ന് പറഞ്ഞു. സാലിഹീകൾ പലരും കഴിഞ്ഞുപോയില്ലേ, അവരുടെ ചെരുപ്പെടുക്കാനുള്ള യോഗ്യത ആയാദിയായ ഈ പാവപ്പെട്ടവന് ലഭിച്ചില്ലല്ലോ, നമുക്ക് ലഭിച്ചില്ലല്ലോ. ആ മഹാന്മാരുടെ വഴി പിന്തുടർന്ന് സജ്ജനങ്ങളുടെ വഴി പിന്തുടർന്ന് ജീവിച്ച് മരിക്കാൻ വേണ്ടി ശ്രമിക്കണം. അവരെല്ലാം സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ചിരുന്ന സാലിഹീകളായിരുന്നു. അവർ അല്ലാഹുവിന്റെ ദീനിന്റെ ഖാദിമീകളായിരുന്നു. അവർ തഖ്വയോടെ ജീവിച്ചവരായിരുന്നു. അവർ താഴ്ന്ന ദുനിയാവിന് അവർ കണ്ടില്ല. ഇത് താഴ്ന്ന ലോകമാണെന്നവർ മനസ്സിലാക്കി. മുന്തിയ ജീവിതം വരുന്ന ജീവിതമാണെന്നവർ ശരിക്കും അവർക്ക് ബോധ്യപ്പെട്ടു. അവരത് ഉറപ്പിച്ചു. അങ്ങനെ ജീവിച്ച് മരിച്ചവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ നന്മതിന്മകൾ എഴുതിയ റിക്കാർഡുകൾ വിതരണം ചെയ്യുന്ന സമയത്ത് വലങ്കയിൽ അവരെ കിതാബിക്ക് കിട്ടുമ്പോ സൽക്കർമ്മം ചെയ്ത മനുഷ്യൻ എന്തൊരു സന്തോഷമാണ്. അവൻ ആ കിതാബ് നോക്കി എന്ന് പറയും, കിതാബിയ. നല്ല മാർക്കോടുകൂടെ വിജയിക്കുന്ന കുട്ടികൾ പരീക്ഷാഫലം വന്നപ്പോ ആ റിസൾട്ടും കയ്യിൽ പിടിച്ചിട്ട് ഓരോരുത്തർക്കും അവന്റെ പരീക്ഷാഫലം കാണിച്ചു കൊടുക്കുന്നതിനുള്ള സന്തോഷമില്ലേ, അതിനേക്കാളൊക്കെ വലിയ സന്തോഷം മഹ്ശറയിലല്ലേ. മനുഷ്യന് നന്മതിന്മകൾ എഴുതിയ റിക്കാർഡുകൾ വിതരണം ചെയ്യുമ്പോ അതാ സാലിഹീകളെ വലം കയ്യിൽ കിതാബ് വന്ന് വീണുപോയി. വായിച്ചു നോക്കുമ്പോൾ എന്തൊരു സന്തോഷമാണ്. അവരതാ മറ്റുള്ളവരെ മുന്നിൽ കൊണ്ടുപോയി, കിതാബിയ, എന്റെ കിതാബത്ത് നിങ്ങൾ വായിച്ചു നോക്കൂ. ഇന്നീ വളർത്തു അന്നീ എനിക്കൊരു വിചാരണയുണ്ടെന്നും അത് ഞാൻ കണ്ടെത്തേണ്ടി വരുമെന്നും ഞാൻ നേരത്തെ തന്നെ ഉറപ്പിച്ച് ജീവിച്ചവനാണ്. അതുകൊണ്ട് എന്റെ റിസൾട്ട് ഒന്ന് നോക്കൂ. സന്തോഷമല്ലേ സഹോദരന്മാരെ? അതേ സമയത്ത് നന്മ ചെയ്യാതെ തിന്മകൾ മുഴുകി ജീവിക്കുന്നവനോ അവന്റെ വലം കൈ പിടിച്ചു കെട്ടിപ്പോയി, ഇടം കൈയിലേക്ക് കിതാബ് വന്ന് വീണുപോയി. ആ കിതാബിക്ക് ലഭിക്കുന്ന സമയത്ത് الكتاب أمر المجرمين مشفقين مما فيه ويقولون يا ويلتنا ما لهذا الكتاب لا يغادر صغيرة ولا كبيرة إلا أحصاها. ഗ്രന്ഥം വായിക്കാൻ കഴിയില്ല. ചെയ്തു കൂട്ടിയ ഹറാമുകളല്ലേ കാണുന്നത്, ഉജൂബായ കാര്യം ഒഴിച്ചതല്ലേ കാണുന്നത്, സുബ്ഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങിയതല്ലേ കാണുന്നത്, തെറ്റുകൾ ചെയ്തതല്ലേ കാണുന്നത്. വിഷമം തന്നെ. ആ രംഗത്തെ കുറിച്ച് പൂർണ്ണ ചിന്തയോടെ ജീവിക്കണേ ചെറുപ്പക്കാരാ. ആ ചിന്തയോടെ ജീവിക്കണേ ഉമ്മമാരെ. ആ ചിന്തയോടെ ജീവിക്കണേ കാരണവന്മാരെ. ആ ചിന്തയിലുള്ളൊരു ജീവിതം പാവപ്പെട്ട മനുഷ്യന് നയിക്കാനുള്ള തൗഫീഖിന് വേണ്ടി നിങ്ങളൊന്ന് ദുആ ചെയ്യണേ. റബ്ബേ, ഞങ്ങളൊക്കെ അതിന്റെ സാധുക്കളായ അടിമകൾ, ഞങ്ങൾക്കെല്ലാവർക്കും കാരുണ്യം ചെയ്യണേ റഹ്മാനേ. ഞങ്ങളുടെ സർവ്വ പ്രവർത്തനങ്ങളും നീ പൊരുത്തപ്പെട്ട അമലാക്കണം റഹ്മാനേ. ഞങ്ങളെ ഈ മജ്‌ലിസും നീ പൊരുത്തപ്പെട്ട മജ്‌ലിസാക്കണം റഹ്മാനേ. എല്ലാവരും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലണം. നമ്മിൽ മരിച്ചുപോയ UP ഉസ്താദ് അടക്കം പല ആളുകളും ഉണ്ട്. അല്ലാഹു എല്ലാവരുടെയും ഖബറിനെ സന്തോഷത്തിലാക്കട്ടെ. എല്ലാവരും പേരിൽ ഒരൽപ്പം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ദിക്ർ ചൊല്ലണം. നമ്മുടെ കുടുംബങ്ങൾ, നമ്മെ വിട്ടുപിരിഞ്ഞു പോയ ഉസ്താദുമാർ, ആലിമീങ്ങൾ, മുഅ്മിനീങ്ങൾ, ഖാദിമീങ്ങൾ, കൊല്ലപ്പെട്ടവർ വരെയും ഉണ്ട്. അല്ലാഹു എല്ലാവരുടെ ഖബറിനെയും സന്തോഷത്തിലാക്കട്ടെ. എല്ലാവരും അൽപ്പം ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്ർ ചൊല്ലണം. അവരെ കൊണ്ട് കഴിയുന്ന സംഭാവനകൾ നൽകണം. സലാത്ത് ചൊല്ലി നമുക്ക് ദുആ ചെയ്യണം. അല്ലാഹു ഞങ്ങളുടെ മജ്‌ലിസിനെ ദുആ പുത്രമുള്ള മജ്‌ലിസാക്കണം റഹ്മാൻ. അൽഹംദുലില്ലാഹ്. എല്ലാവർക്കും നെല്ലൂളിച്ചാലിൽ ഇബ്രാഹിം ഒരു ഭാഗം തളർച്ചയും മറ്റുമായി കിടക്കുകയാണ്. അല്ലാഹുവേ പൂർണ്ണമായ ആഫിയത്ത് നൽകണം റഹ്മാനെ.
മലപ്പുറം വേങ്ങര EV ഹുസൈൻ നിശാനിൽ എക്സലന്റ് സീരീസ് ആണ്. അല്ലാഹു പൂർണ്ണമായി സലാമത്ത് നൽകണം റഹ്മാനെ. ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവരും ചൊല്ലണം ദിക്ർ. എല്ലാവരും അവരവരെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന സംഭാവനകൾ നൽകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസ് ദുആ മജ്ലിസായി സ്വീകരിക്കട്ടെ. പലരും സിറാജുൽ ഹുദയിലേക്ക് നേർച്ച സംഖ്യകൾ തന്നവരുണ്ട്. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. എല്ലാവരും ചൊല്ലണം ദിക്ർ. ദുആ ചെയ്യാം. എല്ലാവരും ചൊല്ലണം ദിക്ർ. എല്ലാവരും സംഭാവന തരണം. സ്ത്രീകളുടെ ബക്കറ്റ് കൊടുത്തേക്കണം. അവരെ കൊണ്ട് കഴിയുന്ന സംഭാവനകൾ അവരും തരണം. അല്ലാഹു ജല്ല ജലാലുഹു നമ്മുടെ മജ്ലിസ് ദുആ മജ്ലിസായി സ്വീകരിക്കട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് 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 സ്വല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين ومن تبعهم بإحسان إلى يوم الدين. ولا نور الدين لكل سامدة. സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമീങ്ങൾ, സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിച്ച് ജീവിച്ച് മരിച്ചുപോയ ഉമ്മമാർ ആരെല്ലാം ഉണ്ടോ അവരുടെ എല്ലാം ഖബറിൽ നീ എത്തിക്കണേ റഹ്മാനേ. അതെ, അവരുടെയും ഞങ്ങളുടെയും ഖബറുകളെ നീ വിശാലമാക്കണേ റഹ്മാനേ. അവരുടെ ദറജകളെ നീ എത്തിക്കൊടുക്കണേ റഹ്മാനേ. മരിച്ചുപോയവരുടെ കുടുംബങ്ങൾക്ക് നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനേ. അതെ, സാധുക്കളായ ഞങ്ങൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന
കലിമ ചൊല്ലി മരിക്കാൻ ഭാഗ്യം തരണേ റഹ്മാനേ. റബ്ബേ, ആരെയും ഉപദേശിക്കാൻ ഈ പാവപ്പെട്ടവന് യോഗ്യതയില്ല. ഞങ്ങളെല്ലാം നിന്റെ സാധുക്കളായ അടിമകളാണ്. എത്രയോ തെറ്റുകുറ്റങ്ങൾ വന്നു പോകാൻ സാധ്യതയുള്ള ദുർബലന്മാരാണ്. റബ്ബേ, അറിഞ്ഞോ അറിയാതെയോ എന്ത് തെറ്റുകുറ്റങ്ങൾ ജീവിതത്തിൽ വന്നുപോയോ അതെല്ലാം അടിമകൾക്ക് പൊറുക്കണേ റഹ്മാനേ. റബ്ബേ, സാധുക്കളായ ഞങ്ങൾക്കെല്ലാവർക്കും രഹസ്യമായോ പരസ്യമായോ മറന്നോ അറിഞ്ഞോ ചെയ്തു പോയ എല്ലാ തെറ്റുകളും പൊറുക്കണേ റഹ്മാനേ. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ നീ ശിക്ഷിക്കരുത് റഹ്മാനേ, കുറവാക്കരുത് റഹ്മാനേ. റബ്ബേ, ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തിലും ആഫിയത്തിലും ജീവിപ്പിക്കണം റഹ്മാനേ. സബുർവാഹിദീനായ റബ്ബേ, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്തിലെ 10,000 പല സ്ഥലത്തുമുണ്ട്. സ്ഥാപനങ്ങളിലേക്ക് നേർച്ചകളും സദസ്സുകളും പറഞ്ഞവരും കൊടുത്തവരും എത്രയോ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. അവരുടെ എല്ലാവരുടെയും ഞങ്ങളുടെയും ഹൈറായ ഉദ്ദേശങ്ങൾ നീ നിറവേറ്റണം റഹ്മാനേ. ആത്തവർക്ക് ഹൈറായ ജോലി നൽകണം റഹ്മാനേ. അന്യനാട്ടിൽ പോയ അധ്വാനിക്കാൻ ഉദ്ദേശിച്ച് വഴിതേടുന്നവരുണ്ട്, അവർക്ക് എളുപ്പമാക്കണേ റഹ്മാനേ. അതേ അന്യനാട്ടിലും നാട്ടിലുമൊക്കെ കുടുംബങ്ങളിൽ ബറക്കത്ത് ചെയ്യണേ റഹ്മാനേ. പഠനങ്ങളിൽ ബറക്കത്ത് ചെയ്യണേ റഹ്മാനേ. ഞങ്ങളെ കുട്ടികൾക്കെല്ലാം പരീക്ഷകളും നല്ല വിജയവും ആർക്കും പുരോഗതിയും നൽകണേ റഹ്മാനേ. ഞങ്ങളുടെ സ്ഥാപനങ്ങളെയും ഞങ്ങളുടെ മക്കളെയും നീ ഇജ്ജത്തിലാക്കണേ റഹ്മാനേ. റബ്ബേ, ജീവിക്കുന്ന കാലത്തോളം ഇജ്ജത്തിലും ആഫിയത്തിലും ജീവിപ്പിക്കണം റഹ്മാനേ. ഈ പരിപാടി സംഘടിപ്പിക്കുന്ന അധ്വാനിച്ച പ്രവർത്തകന്മാർ, ഈ പരിപാടിയുടെ സംഘാടകർ, ഇവിടെ എത്തിച്ചേർന്ന മുഅ്മിനീങ്ങൾ, സഹായ സഹകരണങ്ങൾ ചെയ്തവർ, റബ്ബേ, സ്വർണം കൊടുത്തവരും പണം കൊടുത്തവരും മറ്റ് പല നിലക്കും സഹായിച്ചവരുമുണ്ട്. എല്ലാവരും ഈ സഹായിക്കണേ റഹ്മാനേ. എല്ലാവർക്കും ഈ ദുനിയാവും ആഖിറവും വിജയിപ്പിക്കണേ റഹ്മാനേ. എല്ലാ മുഅ്മിനീങ്ങൾക്കിടയിലും എല്ലാ ആലിമീങ്ങൾക്കിടയിലും നീ ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തിലും ആഫിയത്തിലും ജീവിപ്പിച്ച് അവസാനം നല്ല ഒരു ദിവസം, നല്ല ഒരു സമയം, നല്ലവരും നല്ലതുമായും ബന്ധപ്പെടുന്നതിനിടയിൽ ഏറ്റവും നല്ല കലിമ ഞാനത്തോടെ ഇന്ന ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ സഹാബികളും മുഖാമികളും കാണുന്നതുള്ള ആശയോടെ സന്തോഷത്തിന്റെ മരണം തരവേ റഹ്മാനേ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം റഹ്മാനേ. ആഖിബത്ത് നന്നാക്കി ഭരിപ്പിക്കലേ റഹ്മാനേ. അബ്ബേ, ഞങ്ങൾ ഈ ചോദിച്ച കാര്യങ്ങൾ ഞങ്ങൾക്കും ഞങ്ങളുടെ ഉമ്മമാർ, സാധുമാര്, ശിഷ്യന്മാര്, ഭാര്യമാര്, സന്താനങ്ങൾ, കുടുംബങ്ങൾ, അയൽവാസികൾ, ഞങ്ങളെ പ്രിയം വെച്ചവരിലോ ആരെല്ലാം അറബികളും അനറബികളും ഉണ്ടോ എല്ലാവർക്കും ജീവശാരം നൽകണേ റഹ്മാനേ. ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ, സംഘടനകളിൽ ദീനിനു വേണ്ടിയുള്ള ഖിദ്മത്ത് എന്ന നിലക്ക് ധാരാളം സഹായിച്ചവരും അതിന് പ്രവർത്തിക്കുന്നവരുമുണ്ട്. ഞങ്ങളുടെ നാട്ടിലുമുണ്ട്, വിദേശങ്ങളിലുമുണ്ട്. എല്ലാവരെയും ഞങ്ങളെയും നീ പൊരുത്തപ്പെട്ട അടിമകളിൽ പെടുത്തണേ റഹ്മാനേ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد